അതെ അതെ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പഠിക്ക്. സ്വന്തം നാവ് കൊണ്ട് പറയുന്നത് സ്വന്തം സൂക്ഷിച്ച അവസ്ഥ സ്വന്തം സൂക്ഷിച്ച നാവ കാണിക്കണേ അല്ലേ? ഏ എന്താ പറയാ, അവിടെ ഇവിടെയും പറയുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾ സ്വയം സമാധാനിപ്പിക്കുകയാണോ? ഞാൻ നിങ്ങളെ അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് ഇങ്ങോട്ട് നിങ്ങൾ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളായിരുന്നു കുട്ടി വാങ്ങണത് എന്തിനാ? അത് നിങ്ങളുടെ മനസ്സിലാക്കാമല്ലോ. ശോഷിച്ച വാക്കുകൾ പറയുന്നത് ഈ ബൈക്കുകൾ അങ്ങോട്ട് പോകുന്നു. ബൈക്കിന് ചിലപ്പോൾ കടകട ശബ്ദം ഉണ്ടോ, ചിലപ്പോൾ കേടായ ശബ്ദം ഉണ്ടാവും. അതന്നെ പുറപ്പെടുവിക്കണേ. അതിൻ്റെ ശോഷിച്ച അവസ്ഥ, അതിൻ്റെ ശോഷിച്ച നാവ്, അതന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ കുഴിയിൽ ചാടിച്ച് ജീവനില്ലാത്ത ആരാധിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണേ. ജീവനില്ലാത്ത ആരാധിച്ച് പറഞ്ഞ് കഴിച്ച് അല്ലേ, മൂട്ടിന്ന് വിട്ടുകൊണ്ടിരിക്കണേ. എന്താ എനിക്കറിയില്ല. നിങ്ങൾക്ക് അവരോട് ഗാണ്ടു എന്ന് പറയുമ്പോൾ ഗാണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഡ്ഢികളുണ്ടാ, എന്തെങ്കിലും ഞാൻ പറയാം, എന്നെ വ്യത്യാസം പറഞ്ഞു. ഒരിക്കലും എന്നെ തോണ്ടി ഇങ്ങനെ പറയാൻ വന്നിട്ടില്ല, മുഖത്ത് സംസാരിക്കാൻ. എന്നിട്ട് മുട്ടിയൊക്കെ മാമക്കോയ ഉണ്ടെങ്കിൽ അവരോട് നിന്റെ വായിൽ കയറി തൂറാൻ പറയും. അങ്ങനെയെങ്കിലും മൂട്ടിന്ന് വിടേണ്ടത് വായക്കോടെ വരാണ്ട് സ്വയം നന്നായിട്ട് വേസ്റ്റ് ആയിട്ട് പോയിക്കോളും, തൂറി വെക്കോളും. നിങ്ങൾക്ക് തൂറാൻ പറ്റണില്ലേ, അതുകൊണ്ടാണ് ഈ കണ്ണുണ്ടെന്ന് പറഞ്ഞിരിക്കണേ. ആണെന്ന് പറഞ്ഞാൽ ഊര നിന്റെ ചന്തി നിതംബം. മലയാളവും ഹിന്ദിയും വശമല്ല, ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പഠിക്കാതെ. കുറെ ഹിന്ദുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത്രയും തൂറാൻ മുട്ടുണ്ടെങ്കിൽ തൂറന്റെ ശങ്ക മാറ്റണമെങ്കിൽ അവരോട് മമ്മൂട്ടി അവരോട് നിന്റെ വായിൽ കയറി മോത്തിട്ട് തൂറാൻ പറയും. അപ്പോൾ അവർ നന്നായിട്ട് തൂറി തരും വായിൽ. അപ്പോൾ മൂട്ടിന്ന് വിടേണ്ടത് വായിന്ന് വിടാണ്ട്, മനസ്സിലാവണ്ട, വായിന്ന് വിടാണ്ട് മര്യാദയ്ക്ക് തൂറി. വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റ് കുറെ കിട്ടും വായോടെ തൂറുമ്പോൾ. വേസ്റ്റ് നന്നായിട്ട് മൂട്ടിക്കോടെ ഊരക്കോടെ ഇങ്ങനെ പോയിക്കോളും ഷറപ്പറാന്ന്. അപ്പോൾ തൂറലിന്റെ ശങ്ക അങ്ങനെ മാറി കിട്ടും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം. എനിക്ക് നിങ്ങളുടെ പോലത്തെ കോണങ്ങളൊന്നും ആഘോഷിക്കേണ്ട ആവശ്യമില്ല. കുറേ ആൻറ്റി ക്രൈസ്റ്റ് കുറേ കാണ്ടുകളും കുണ്ടന്മാരും ക്ഷണിക്കാൻ വന്നിട്ടുണ്ട് അത്രേ. വാതിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാതിൽ മുട്ടേണ്ട കാര്യം എന്താ? ചെറിയ പിള്ളേരുടെ പരിപാടിക്ക് എന്നെ ക്ഷണിക്കേണ്ട കാര്യം എന്താ? കുറെ വിഡ്ഢികൾ ഇറങ്ങിയിരിക്കുക. ആരെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ പറയണേ? തമ്മിൽ പറയാനല്ലേ, മൂട്ടിന്ന് വിടാം. നിങ്ങൾ സങ്കോചിതമായ മനസ്ഥിതി വിട്ടതൊന്ന് വികസിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ശോഷിച്ച ആൻറ്റി ക്രൈസ്റ്റ് ആണ്ടുകളുടെ ശോഷിച്ച എന്താ പറയാനെ, നശ്വരമായ സ്ത്രീയും നശ്വരം മനുഷ്യരെയും നശ്വരം ഹ്യൂമൻസിയും നശ്വരം മൃഗങ്ങളെ ആരാധിക്കുന്നത്, അത് ജീവനുള്ള ദൈവത്തിന് ബന്ധമില്ല. കുറേ ആൻറ്റി ക്രൈസ്റ്റ് കുമൂട്ടിയും ഷൂർഖാനും ചെയ്യുന്നത് തന്നെയാണ്. മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ അറിയില്ല. അതിപ്പോൾ പെണ്ണുങ്ങൾ ഗ്ലീഷോ ഒടിഞ്ഞ് നടക്കണവർ തല ഉയർത്തി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നേരിട്ട് പറയാൻ അറിയോ? അതൊക്കെ തെറ്റാണ്. അപ്പോൾ നിങ്ങൾ തെറ്റ് മനസ്സിലാക്കി മാറാൻ പഠിക്കുക. അത് മാറാൻ തയ്യാറല്ല. ഈ പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാക്ക് പറയണ ഈ ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് ഉള്ളതാ. അവർ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വല്ലതും അറിയോ? ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വല്ല പറയോ? ചാവണേ മുമ്പ് വല്ലതും പറയോ? ഇല്ല. വേസ്റ്റ് ലൈഫ് എന്ന് പറയട്ടെ, വേസ്റ്റ് സോഷ്യൽ അവസ്ഥ. സ്വന്തം തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അനുകരിക്കുന്നത്. അവിടെ ഇവിടെയും ഓരോന്നും പറയണേന് ഞാൻ എന്ത് ചെയ്യാനാണ്? 4 വർഷം എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കാൻ പോയിട്ടില്ലേ? സ്വന്തം കാര്യം നോക്കി ധൈര്യത്തോടെ അത് പറയണേ. സ്വന്തം കാര്യം നോക്കി ധൈര്യത്തോടെ എല്ലാവരുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിലും സ്ട്രോങ് ആയിട്ട് സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അവരുടെ കയ്യിൽ നിങ്ങൾ വിഡ്ഢി തലയിടരുതെന്ന് മനസ്സിലായി. ജോലി ചെയ്യാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ല, മക്കളുണ്ടാക്കാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ല, കല്യാണം കഴിക്കാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം ജീവനുള്ള ദൈവത്തെ സമയത്ത് നടന്നോളും. എല്ലാ കുമുട്ടിയും കോഹലാലും ക്രോമൻ കാത്തലിക്ക് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പറയിപ്പിച്ച് മാത്രം പറയും. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് അവർക്ക് പറയാൻ അറിയില്ല, അറിവില്ല, ധൈര്യമില്ല. അറിവില്ലാത്ത കാരണം ധൈര്യമില്ല. പൂർണ്ണ അറിവില്ലാത്ത കാരണം ഇഗ്നോറൻസ് അവർക്ക് ധൈര്യമില്ല. ധൈര്യത്തോട് പറയിപ്പിച്ചാൽ മാത്രം 2 മണിക്കൂറിന് വേണ്ടി പറയും. ഞാനാണെങ്കിൽ 8 മണിക്കൂർ പ്രസ്താവിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ 3 ലക്ഷത്തിന് ആസ്തി ഉണ്ടെങ്കിൽ അവിടെ ഒരു ചിപ്പ് ക്യാമറ, ഇവിടെ ഒരു ചിപ്പ് ക്യാമറ, ഇവിടെ ഒരു ചിപ്പ് ക്യാമറ, എല്ലാത്തിനും കണക്ഷൻ, ഫ്ലാറ്റും വീടാന്തര വീടുകളും എല്ലാവർക്കും കൊടുത്തിട്ട് ഇതിനെ കണക്ഷൻ നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണക്ഷൻ വെച്ച് ഞാൻ പ്രസ്താവിക്കാം. അന്നും ഇതിനെക്കുറിച്ച് ആരും ചോദിക്കാൻ വന്നിട്ടില്ല, ഇന്നും ചോദിക്കാൻ വരില്ല. എന്തുകൊണ്ട്? അവർക്ക് വിവരമില്ല. സാധാരണ കാര്യം ചോദിക്കാൻ വന്ന് ഇങ്ങനെ പറയും, അത്ര തന്നെ. ആദ്യം തൊട്ട് പറഞ്ഞ പോലെ മനസ്സിലാക്കി പഠിക്കുക. എന്നെ ആരും തോണ്ടി ഈ ആക്ടേഴ്സിനും ടിഷ്യൂ കൊടുക്കാനെന്ന് പറഞ്ഞ് നടക്കാനോ ഗുഡ്ക വീഡിയോ പഠിച്ച് കുടിക്കാനോ അങ്ങോട്ട് ഹാരിസൺ പേര് വിളിക്കാൻ തന്നെ തോണ്ടി അല്ലെങ്കിൽ ഓണത്തിന് ദസറയ്ക്ക് ഗോവയിൽ 9 വർഷം ഉണ്ടായിരുന്നു, ഇവിടെ 9 വർഷം ഉണ്ടായിരുന്നു തൃശ്ശൂർ. അവിടെ എവിടെയും പുറത്തേക്കൊക്കെ പോയി. ഇവിടെയൊക്കെ എന്തൊക്കെ നടക്കണം അത് നിങ്ങൾ വായിച്ച മനസ്സിലാക്കാത്തവർ എങ്ങനെ കേട്ടറിയാനാണ് എന്തൊക്കെ സുമുഖമാരോ എന്തൊക്കെ നടന്നണോ? അതല്ല. ഒരു ഹിന്ദിക്കാരോ ഒരു മലയാളികളോ ദസറ, ദീപാവലി ആഘോഷിക്കാം, ഹോളി ആഘോഷിക്കാം, ദുർഗാപൂജ, ആ പേരുകൾ കേൾക്കുമ്പോൾ എനിക്ക് അരിശങ്കാറുണ്ട്. എല്ലാ ജീവനില്ലാത്ത വിഗ്രഹാരാധനയും, വിഗ്രഹം എന്ന് പറഞ്ഞാൽ പൊങ്ങിപ്പോവും. ജീവനില്ലാത്തതിനെ ആരാധിച്ച് ലക്ക് കെട്ട് നടക്കണവർ. നശ്വരമായ സ്ത്രീയോ നശ്വരമായ ഹ്യൂമൻസിനെയോ നശ്വര മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. എൻ്റെ മുഖത്ത് തെളിച്ചുണ്ട്, അതല്ലാന്നറിയാം. അതുകൊണ്ട് അവർ തോണ്ടി വിളിച്ച് ക്ഷണിക്കണില്ലേ, കൊണ്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ മുഖത്തേക്ക് സംസാരിക്കണില്ല. ഞാനും വീട്ടുകാരെ കുറിച്ച് ആരും പരിസരത്തുള്ള ചെറുപ്പത്തിലോട്ട് താഴ്ത്തി പൊക്കി പറഞ്ഞിട്ടില്ല.
പൊക്കി പറയേണ്ട ആവശ്യമില്ല. പൂർണ്ണ അറിവോടെ താഴ്ത്തി പൊക്കി പറയാൻ പറയും. അല്ലാണെന്ന് മുഖത്ത് നോക്കി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല, ആരും എൻ്റെ അവരോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഞാൻ പറയും. പിന്നെ അല്ല വേണം അല്ല എന്ന് പറയുമ്പോൾ വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ അതേ തെറ്റ് റിപ്പീറ്റ് ചെയ്ത് വെഡിത്തത്തിൽ കുഴിയിലെടുത്ത് ചാടാണ് തമ്മിൽ ഇത് കുഴിയിൽ ചാടാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയണേ. പക്ഷെ തമ്മിൽ കുഴിയിൽ ചാടിച്ച് എത്രത്തോളം ഉണ്ടാവും. യേശു പുറത്തിറങ്ങിയ സാക്രിഫൈസിന് വേണ്ടിയല്ല, വെറുതെ പുറത്തിറങ്ങി നടക്കണ പോലെയല്ല. ഒരു രാജാവായി വന്ന രാജാവ് തത്രപ്പെട്ട് ജോലി ചെയ്യുമോ? തത്രപ്പെട്ട് മക്കളുണ്ടാക്കുമോ? തത്രപ്പെട്ട് കല്യാണം കഴിക്കുമോ? ഇല്ല. വെഡിത്തങ്ങൾ ചെകുത്താൻ വെഡികളുടെ പോലെ ആവരുത് നിങ്ങൾ. ജോലി ചെയ്യണവർക്ക് എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കാനാണ് ജീവനുള്ള ദൈവം വന്നിരിക്കുന്നത് മനുഷ്യരൂപത്തിൽ. അതിൻ്റെ ഏഞ്ചലിക് ഫോമിൽ മനുഷ്യൻ ജനിക്കണ പോലെയല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതാണ് വ്യത്യാസം. അപ്പോൾ തോണ്ടി കുട്ക കഴിക്കാം, ബീഡി വലിക്കാം, സിഗരറ്റ് വലിക്കാം, അങ്ങോട്ട് വരാം. ഇത്ര 4 വർഷം അവിടെ ഉണ്ട്, 9 വർഷം ഇവിടെ ഉണ്ട്, 9 വർഷം ഗോവയിലുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഒരു ഹിന്ദിക്കാരും മലയാളികൾ എന്നെ തോണ്ടി വന്നിട്ടില്ലേ. ഒരു തടിയന്മാരായാലും സമപ്രായമായാലും ഉയരം കൂടിയവരായാലും ഒരു കുറഞ്ഞവരായാലും വ്യത്യാസമുണ്ട്. പറയിപ്പിച്ച് ചെയ്യണത് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ പഠി. ഇത് പറയിപ്പിക്കാണ്ട ചെയ്യണേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. കാണിക്കാൻ വേണ്ടി സംപ്രേഷണം ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. ചെകുത്താൻ വെഡ്ഡികൾ പറയിപ്പിച്ച് പറയണ പോലെയാണോ? ഇത് സ്വന്തമായിട്ട് ചെയ്യണം. ആര് തോണ്ടി ഇത് പറയിപ്പിച്ച് തന്നിട്ടില്ലേ. ലവ് ചെയ്യും. എന്തെങ്കിലും ആർക്കായാലും ആണും പെണ്ണായാലും ആർക്കും ലവ് കൊടുക്കും. ലവ് വീഡിയോസ് കാണും. പക്ഷെ ഗുഡ്ക കഴിച്ച് ബീഡി വലിച്ച് ശോഷിച്ച അവസ്ഥയിൽ ശോഷിച്ച വാക്കുകളും പറഞ്ഞ് നടക്കണ്ട. ഇല്ല, അതിന് മൂട്ടിന്ന് വിടാന്ന് പറയാം. അത് നിങ്ങളുടെ ജീവനില്ലാത്ത ആരാധിക്കണ നശ്വരമായ സ്ത്രീ, നശ്വരം ഹ്യൂമൻസ്, നശ്വരം മൃഗങ്ങളെ ആരാധിക്കണ വിഡ്ഢികളുടെ ശോഷിച്ച അവസ്ഥ, സ്വന്തം തന്തയുടെ തള്ളയുടെയും റീട്ടാർഡ് അറിവില്ലാത്ത നേച്ചർ എന്ന് പറയാൻ പറ്റില്ല, ശോഷിച്ച അവസ്ഥ അനുകരിക്കണേന്. സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും, സന്തോഷമായിട്ട്. അല്ലാണ്ട് വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ സ്പൈ ചെയ്യുന്നത് തെറ്റാണ്. നല്ലോണം എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ വെഡ്ഡിത്താണ്. ഞാൻ എന്താ പറയാ, ഈ വെഡ്ഡി ക്യാമറയുടെ കൂടെ നോക്കി നിങ്ങൾ നോണ പറഞ്ഞ് നിങ്ങളുടെ നാവ് ചീത്തയാക്കാണ്, നിങ്ങളുടെ കണ്ണ് ചീത്തയാക്കാണ്. ആ വെഡ്ഡിത്തം ചെകുത്താൻ വെഡ്ഡികളുടെ രൂപമായി മാറി നിങ്ങൾക്ക് ജീവനില്ലാത്തത് ആരാധിച്ച് നടക്കേണ്ടത് എപ്പോഴായാലും നടക്കും. വെഡ്ഡി ക്യാമറയുടെ 120 വർഷം മുമ്പ് ഉണ്ടാവണ മുമ്പ് എത്രയോ 500, 600, 700, 1000 വർഷമൊക്കെ തീർന്നു. അതൊക്കെ ഈ വെഡ്ഡി ക്യാമറ കെട്ടിപ്പിടിച്ചിരിക്കുക. ജീവിക്കേണ്ടവർ ജീവിക്കും. അല്ലെങ്കിൽ വെഡ്ഡിത്തത്തിലൂടെ ജീവിച്ച് ഇല്ലാണ്ടാവണവർ അങ്ങനെ ഉണ്ടാവേണ്ടതുണ്ടായില്ല. അതിൻ്റെ വെഡ്ഡി ക്യാമറനെ പ്രണമിച്ച് എല്ലാവരും നടക്കണമെന്ന്. അതാണ് മെറ്റീരിയലിസ്റ്റിക് മഴ, അങ്ങനത്തെ ഉള്ള വെഡ്ഡിത്തം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി പോകരുതെന്ന്. നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശോഷിച്ച അവസ്ഥയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ശ്രേഷ്ഠമായി ജീവിക്കേണ്ടതാണ്. ശ്രേഷ്ഠമായ ലാംഗ്വേജ്, പ്രാർത്ഥന. അല്ലാണ്ട് കുറേ വെഡ്ഡി അതൊക്കെ മാറണം. ജീവനില്ലാത്ത പ്രതിമകൾ ആരാധിക്കുന്നത്. മുങ്ങി നിവരണം. അതാണ് മാതൃക. യേശുവായിട്ട് ചെയ്യുന്നത് നേരെ വിപരീതമാണ് നിങ്ങൾ ചെയ്യണത്. ആ തെറ്റ് മനസ്സിലാക്കേണ്ട. മുഴ പിഴ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മഴയുടെ സമയത്ത് പെയ്തോളില്ലേ. ഞാനില്ലാത്ത സമയത്ത് എപ്പോഴായാലും അങ്ങനെ പെയ്യും. അത് മനസ്സിലാക്കാൻ പറയിപ്പിച്ച് പറഞ്ഞ പോലെ അല്ല അത്. മുങ്ങി നിവരണം. ഞങ്ങൾക്ക് മുങ്ങി നിവരാൻ പേടിയാന്ന് പറഞ്ഞിട്ട് 3 തുള്ളി വെള്ളം ഒഴിച്ചിട്ട് പാതിരികളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമുണ്ട്. എന്നാൽ പാതിരികളുടെ ആവശ്യമില്ല. അത് പൗലോസ് തിരഞ്ഞെടുത്ത് പറയിപ്പിച്ചേ. പാതിരികളുടെ ആവശ്യമില്ല. അത് ചെയ്യുന്നത് തെറ്റാണ്. നിന്ന് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് തെറ്റാണ്. അത് നിന്നു. അപ്പോൾ പാതിരികളോട് ചെയ്യിപ്പിച്ച് തെറ്റ്. ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരോഹിതനുള്ളൂ, ഒരു പരിശുദ്ധനുള്ളൂ, ജീവനുള്ള ദൈവം. അത് പറഞ്ഞു. അപ്പോൾ ആ വെഡ്ഡിത്തം മാറ്റി കുറേ മധ്യസ്ഥരും കുറേ ജീവനില്ലാത്ത പ്രതിമകളും ചെകുത്താൻ ബാധിതരെയും ജീവനില്ലാത്ത ആരാധിച്ച് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്ത പാതിരികളെയും സിസ്റ്റേഴ്സിനെയും നശ്വരമായ സ്ത്രീകളെയും നശ്വരം ഹ്യൂമൻസിനെ നശ്വരം മൃഗങ്ങളെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടാ? കന്യകയെന്ന് ജനിച്ചെന്ന് പറയുന്നത് എന്താ? കന്യകയെന്ന് ജനിച്ചു, കടിഞ്ഞൂലായിട്ട് ജനിച്ചണേന്ന്. അതുകൊണ്ട് കന്യകേനെ പോയി ആരാധിക്കാനല്ല പറഞ്ഞത്. കന്യകേനെ ആവശ്യപ്പെട്ടവന് വിശ്വാസത്തോടെ സ്വീകരിച്ച് റോമൻസ് ഉണ്ടായിട്ട് അത് ഉണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായേ? അത് ഒരു പ്രത്യേക രീതിയിൽ വന്നതാണ്. പുറത്തിറങ്ങേണ്ട 30 വയസ്സ് തൊട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ ചെയ്ത് ഒരു 5 വർഷം 25 വയസ്സ് തൊട്ട്. അത് വ്യത്യാസമുണ്ട്. താഴെ കുറേ അനിയന്മാരുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലല്ല ജനിച്ചതാണ് കാണിച്ചിട്ടാണ് കന്യകയെന്ന് ജനിച്ചതെന്ന് പറയണേ. അപ്പോൾ കന്യകയെന്ന് ജനിച്ചു പറഞ്ഞിട്ട് നശ്വരമായ സ്ത്രീകളെയും നശ്വരം ഹ്യൂമൻസിനെയും നശ്വരം മൃഗങ്ങളെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട് യേശു. 3.5 വർഷം പുറത്തിറങ്ങിയപ്പോൾ അത് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഫേമസ് ആയി. യഹൂദിയെ തന്നെ ഫേമസ് ആക്കിക്കാണ്. അതിനവർക്ക് മുതൽക്കൂട്ടാണ്. വാസ്തവം ഒരുക്കി പല സ്ഥലത്തുണ്ടവർ. നോർവേയിൽ വരെ സമാധാനത്തോടെ കൂട്ടത്തോടെ ജീവിക്കണു. ഇസ്രായേലിൽ മാത്രമല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതുകൊണ്ട് തന്നെയാണ് പറയണത്, യേശുവയുടെ മാതൃകയല്ല നിങ്ങൾ വിപരീതമാണ് ചെയ്യണേ. മരിച്ചവരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കുറേ മധ്യസ്ഥരുടെ ആവശ്യമില്ല. ജീവനില്ലാത്ത നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും നശ്വരമായ
സ്ത്രീകളെയും ആരാധിക്കരുത്. ജൽപ്പനയും ജപമാലയല്ല ചൊല്ലേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ പുഷ്ടിപ്പെടുത്തുക. സദ്വചനം പറഞ്ഞാൽ സ്ട്രോങ് വചനങ്ങൾ. അയാൾ ജീവനില്ലാത്ത പ്രതിമനെ ആരാധിച്ചിട്ട് പാതിരികളുടെ വേഷം പാതിരികളെ മുത്തി നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിച്ച് ജൽപ്പനയും ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടല്ല. അതല്ല സ്ട്രെങ്ത്, അത് ശോഷിച്ച അവസ്ഥ. യഹോവയ്ക്ക് അത് അരോചകമാണ്. യേശുവയ്ക്ക് വരെ അരോചകമാണ്. അല്ലെങ്കിൽ യേശുവ പറഞ്ഞ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേനെ. എപ്പോഴും ബൈബിളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്താ പറയണ യേശുവ? ഈ പള്ളിയിലോ മലമേലിലോ പോവാണ്ടിരിക്കേണ്ട സമയം വരുമെന്ന്. അതിനർത്ഥം എന്താ? ജീവനില്ലാത്തതിനെ ആരാധിക്കരുതെന്ന്. ജീവനുള്ള ദൈവം ആത്മാവിലും വസിക്കണേ. ആത്മാവ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് ചോദിക്കും. അതാണ് നിങ്ങളുടെ നിത്യനാശം വരാൻ പോണേ. അത് മനസ്സിലാക്കാൻ പഠിക്കും. എല്ലാം എട്ട് സമയത്തിനായിരുന്നു ബാപ്റ്റിസം ചെയ്തിട്ടുള്ളവർ. അങ്ങനെയുള്ളൊരു ചെകുത്താൻ ബാധിതരും തമ്മിൽ ശരിക്കുള്ളതിനെയും കണ്ട വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കുക. ജീവനില്ലാത്ത ആരാധിച്ച് അറിവുണ്ടായിട്ടും അറിയാത്ത പോലെ നടന്ന് വിലയില്ലാണ്ടോ റിപ്പീറ്റ് ചെയ്യണവരാണ് ബോഗോറോ മൊഗോത്തുലിക എന്ന് പറഞ്ഞ് വിഡിത്ത സൗണ്ടാണ് അവരുടെ. അങ്ങനെയുള്ളവരാണ് ചെകുത്താൻ ബാധിതർ. അങ്ങനെയുള്ളവരായിരുന്നു കുട്ടി വാങ്ങുന്നുണ്ട്. കുറേ കുമിത്താവച്ചിനും കുമ്മുട്ടിക്കും തോളത്ത് കൈയിട്ട് തോണ്ടി തോണ്ടി ഗുഡ്ക്കും ബീഡിയും സിഗരറ്റും എല്ലാ വക ഡ്രഗ് അടിച്ച് ഇല്ലാണ്ടായവരാണ് അവർ. തമ്മിൽ കുഴി ചാടിച്ച് അവരെന്ന് പറയാൻ പറ്റില്ല, ചവറുകൾ എന്ന് പറയാൻ വേണമേ. നല്ല കൂത്തെന്ന് പറയുന്നത് ചവറുകൾ. മനസ്സിലാക്കാൻ പഠിക്കുക. അങ്ങനെയുള്ളവർ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് അല്ല, ആൻറ്റി ക്രൈസ്റ്റ് ആണ്. അത് 550 AD തൊട്ട് തുടങ്ങിയത്, 1500 വർഷം മുമ്പ്. അത് പറഞ്ഞ പോലെയാണ് നടന്നണേ. അത് വലിയ വർഷ വ്യത്യാസമൊന്നും ഇല്ല, വർഷങ്ങളുടെ വ്യത്യാസമില്ല. അത് അങ്ങനത്തെ കുറേ വിഡ്ഢിത്തങ്ങളുണ്ട്. കുറേ അതിൻ്റെ കൂടെ ഹിന്ദുസ് വന്നത് വിഡ്ഢി, മുസ്ലിംസ് എല്ലാം കൂടി കലർന്നില്ല. ഒരു തരം മണ്ടൻ കളി കളിച്ചുകൊണ്ടിരിക്കുക വിഡ്ഢി. എല്ലാം സ്വയം ഇല്ലാണ്ടാവാനായിട്ട് ജീവനുള്ള ദൈവത്തിന് ബഹുമാനം കൊടുക്കാണ്ട് ജീവനില്ലാത്തതിനെ ആരാധിച്ച് മുറുകെ പിടിച്ച് ഇല്ലാണ്ടാവണ ധൈര്യമില്ലാത്ത ശോഷിച്ച കോവേഡ്സ്. അപ്പോൾ അതെന്താ പറയുക, മൂട്ടിന്ന് വിടണ പോലെ അവരുടെ വായിന്ന് ആവിന്ന് വരുള്ളൂ. വിലയുള്ള സംസാരം ആവിന്ന് വരേണ്ടത്. പക്ഷെ അതിന് വിപരീതമായിട്ട് യേശുവ പറഞ്ഞാണ്ട് നേരെ വിപരീത ചെയ്തുകൊണ്ടിരിക്കണേ. ഹിന്ദുസ് ചെയ്യുന്നത്, റോമൻ കാത്തലിക്സ് ചെയ്യുന്നത്, വിഡ്ഢികൾ മുസ്ലിംസ് ചെയ്യുന്നത്. 3 ആൻറ്റി ക്രൈസ്റ്റ് ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഞാൻ കറക്റ്റായിട്ട് പറയാം. അത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഇനിയും കിട്ടുമ്പോൾ നിങ്ങൾ ബെഡ് റെസ്റ്റ് ആയിട്ട് അവിടെ കിടക്കുമ്പോഴും ഞാൻ വരും. നിങ്ങൾ ബെഡ് റെസ്റ്റ് ആയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് അരുന്ന് കൂട്ടി വാങ്ങിയാലും നിങ്ങൾ പഠിക്കില്ല. ആ തരം വിഡ്ഢി ശൂന്യരായ ചെകുത്താൻ വിഡ്ഢികളാണ്. ചെകുത്താൻ ബാധിതരായ നിങ്ങളെയും എന്നെയും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കുക ആദ്യം. എനിക്കിങ്ങനെയുള്ള ലഘു വിഡ്ഢി ജീവനില്ലാത്ത ആരാധിക്കണം, ഒരു കോണം വിഷു എന്ന് പറഞ്ഞാൽ തോണ്ടി വന്നിട്ടില്ലെന്ന് പറഞ്ഞു. 1 മിനിറ്റ് കൂടുതൽ തോണ്ടി ഇതിന് ഗുട്ക കഴിക്കാനോ ഓണം കഴിക്കാനോ ബീഡി വലിക്കാനോ വന്നിട്ടില്ലേ. പിന്നെ ഇങ്ങനെ ഇത്ര വർഷം ഉണ്ടാവും ഓടിച്ച് നടക്കണല്ലേ. കുറേ സിഗരറ്റ് വലിച്ച് നടക്കണ ആക്ടേഴ്സിനെ കുറിച്ച് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. ആരെക്കുറിച്ച് ഞാനും പറയാൻ പോയിട്ടില്ലേ. അല്ല ആണെന്ന് പൂർണ്ണ അറിവോടെ സംസാരിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ചെകുത്താൻ വെഡ്ഡികൾ വരെ അണിഞ്ഞൊരുങ്ങി ചിരിച്ച് പല്ലളിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങി എന്നിട്ട് നടക്കും. പൂർണ്ണ അറിവില്ലാണ്ട് ഉറങ്ങി കണ്ണടച്ച് നടക്കും, കണ്ണ് തുറന്ന് നടക്കും. ഉറങ്ങിയ പോലെ ഉറങ്ങി. മനസ്സിലാക്കാൻ പഠിക്കുക. അറിവില്ലായ്മയിൽ ഉറങ്ങി പോകരുത് നിങ്ങൾ. യേശുവ വരെ ലവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ രാജാവ് വരെ ലവ് ചെയ്യും. അത് എല്ലാ രീതിയിലും. അത് ശോഷിച്ച വാക്കുകൾ ശോഷിച്ചത് കഴിച്ച് നടന്ന് വിഡ്ഢിത്തം പറഞ്ഞ് നടക്കുന്ന അവസ്ഥയില്ല. ജീവനില്ലാത്ത ആരാധിച്ച് നടക്കുന്ന വിഡ്ഢിത്തമില്ല. നേരെ വിപരീതം ചെയ്യണത് വിഡ്ഢിത്തം. ചെകുത്താൻ വിഡ്ഢികൾ സ്വന്തം തന്തയുടെ നല്ല റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് നടക്കണം. ഏത് കുമ്മുട്ടി കോഹനാൽ ഇത് ഈ ഇപ്പോഴത്തെ നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കുക. ഏതോ 1946-ലും 1960-ലും 1960-ലും ജനിച്ച വിഡ്ഢികളെ പറഞ്ഞിരിക്കണം. അവർക്ക് കുരുട്ട് മോന്തകളാണ്. കുരുട്ട് മോന്ത പോലെ ഒരു പ്രതിച്ഛായ വന്ന ആ പ്രതിച്ഛായയിൽ കുരുട്ട് മോന്തയായിട്ട് വരണവരാണ്. തമ്മിൽ കുഴിയിൽ ചാടിച്ച് ഒരു തരം മന്ദിഭവിച്ചിരിക്കുകയാണ്. സ്വന്തം സങ്കോചിതമായ ശോഷിച്ചാവസ്ഥ മാറ്റാണ്ട് അത് വികസിക്കാൻ പഠിക്കാൻ പറഞ്ഞു. അത് വികസിക്കാൻ പഠിക്കില്ല. ഈ പറയിപ്പിച്ച് നടന്ന അതേ വിഡ്ഢി ഡയലോഗ് വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെക്കണമെന്നുണ്ട്. ഈ വിഡ്ഢിത്തം മൊത്തം ജീവനില്ലാത്തതിനെ ആരാധിക്കുന്നതും പാതിരി ഭാഷ കെട്ടി സ്വാമിക്ക് ഭാഷ കെട്ടി കുമ്മുട്ടിയും കോഹലാലും എല്ലാം വക വിഡ്ഢികളും ചെയ്യണ പോലെ. ഷൂറുഖാൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഷൂറുഖാൻ എന്നല്ല എൻ്റെ പേര്. അത് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ പേര് മാറ്റിയതാണ്. ഹിന്ദു ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച് അതിൻ്റെ November 2 ബർത്ത് ഡേറ്റ് മാറ്റിയതാണ്. എന്ന് വെച്ചാൽ August 8 വരണ രീതി ക്രിസ്മസ് ബോണിയമാണ് 78 ഒക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ November 2 എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢി ഫേക്ക് ബർത്ത് ഡേറ്റ് ആണ്, ഫേക്ക് പേരാണ്. വിഡ്ഢികളത് മനസ്സിലാക്കണം. ഷാറുഖ് ഖാൻ എന്നല്ല എൻ്റെ പേര്, എൻ്റെ അഫ്താബ് എന്തോ അങ്ങനെയാണ് പേര്. ആ ഫേക്ക് സാധനത്തിൻ്റെ വിഡ്ഢി മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് കാണാൻ പോകാൻ ഈ വിഡ്ഢി ശൂന്യരായ ചെകുത്താൻ വിഡ്ഢികൾക്ക് നാണാവില്ലേ? എന്താ വെച്ചാൽ മാറാൻ തയ്യാറല്ലെന്ന്.
കുമ്മുട്ടി എന്ന് പറയുന്ന വിഡ്ഢി ഒരു വേറെ വിഡ്ഢി ഫേക്ക് ബർത്ത് ഡേറ്റ് ആണ്. ആ ഫേക്ക് ബർത്ത് ഡേറ്റ് 551 ഈ മൂത്തൊരനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് കുറേ പാലും കുട്ടിയും കഴിച്ച് അമിതാഭ് ബച്ചൻ്റെ സിനിമയ്ക്ക് കൈ അടിച്ച എല്ലാ വക വളഞ്ഞ തോണ്ടി തോണ്ടി എല്ലാവരും ആയിരുന്നു കുട്ടി വാങ്ങണത്. 51 എല്ലാ സമയത്തിലും. പക്ഷെ 13 31 അത് ജിബിൻ മിനിമി ഓഗസ്റ്റ് മാസം കേന്ദ്രീകരിച്ച 15 എന്ന സമയം 36 എന്ന വരുന്നത് 2001 പേര് ചേഞ്ച് ചെയ്ത് മധ്യപ്രദേശ് ആ രീതിയിലാണ് വരണം. ഹിന്ദിക്കാരൻ തോണ്ടി തിരുമ്പ വന്നിട്ടില്ലേ. അപ്പോൾ യേശു വരെ ലവ് ചെയ്യും. അത് നിങ്ങളുടെ വിഡിത്തം ശോഷിച്ച ഹിന്ദി ആണെങ്കിൽ ശോഷിച്ച മലയാളി ആണെങ്കിൽ എല്ലാത്തിൻ്റെയും വ്യത്യാസത്തിലാണ് ചെയ്തേക്കണേ. ഏത് സമയത്ത് ഏത് കാലം അനുസരിച്ച് ബോണിയമാണ് എവിടം തൊട്ട് കാണിക്കണ രീതി സൈനും നമ്പർ അനുസരിച്ച് 2888 രീതിയിൽ വരുന്നുണ്ട്. അതിന് ഫേക്ക് ബർത്ത് ഡേറ്റ് ആയിട്ട് ഷൂറുഖാനും പീറുഖാനും പറഞ്ഞ വിഡ്ഢികൾ ഫേക്ക് പേര് വെച്ചിട്ട് അഫ്താബി എന്നൊക്കെ മാറ്റിയിട്ട് ഫേക്ക് ബർത്ത് ഡേ വെച്ച് നടക്കുന്നതാണ്. ആയിരുന്നു കുട്ടി വാങ്ങണ മാസത്തിൽ എല്ലാവരും കൂടി ചാവണത് അതുകൊണ്ടാണ്. കുപ്പാപ്പനും 73 വയസ്സിൽ 27/11 അതുപോലെ എല്ലാ 7th ഓഗസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കണ എൻ്റെ ശരിക്കുള്ള ബർത്ത് ഡേറ്റ് അതിന് വ്യത്യാസമല്ലേ. എല്ലാ വക വിഡ്ഢികളും 2nd ഓഗസ്റ്റ് 7th ഓഗസ്റ്റിൽ വെച്ചാൽ എല്ലാ വക രീതിയിലും വരണ 2001 ഛത്തീസ്ഗഡായിട്ട് പേര് ചേഞ്ച് ആവുന്നതും എല്ലാ രീതിയിലും 36 എല്ലാ രീതിയിലും തണുപ്പ് എല്ലാ രീതിയിലും വരുന്നത് കുളിര് ആ രീതിയിലൊക്കെ വേർഡ്സ് നമ്പേഴ്സ് വെച്ച് കണക്ഷൻ വരുന്നതാണ്. വ്യത്യാസം മനസ്സിലാക്കുക. എല്ലാ കുണികളും മൊണികളും പേര് മാറ്റി വിഡ്ഢിത്തത്തിലാണ് നടക്കണത്. ഫേക്ക് ബർത്ത് ഡേറ്റ് 2 കഴിഞ്ഞിട്ട് -6 അല്ല അവരുടെ ബർത്ത്ഡേ. അത് ഹിന്ദു രീതിയിൽ ചെകുത്താൻ വിഡ്ഢികളെ ആരാധിച്ചിട്ട് ബർത്ത് ഡേറ്റ് മാറ്റുന്നതാണ്. ആ വിഡ്ഢിത്തം വിശ്വസിക്കരുത്. കുരുട്ട് മോന്തിയാണ് അവരുടെ. അതുപോലെ 5 കഴിഞ്ഞിട്ട് -1 വരുന്നത് ഗ്ലീഷുകളും ഒടിഞ്ഞ് നടക്കണവരിത് പറയുമോ? എന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ പ്രസൻറ്റ് ലൈഫിൽ എന്തെങ്കിലും ലവ് വീഡിയോസ് കാണാൻ എന്തെങ്കിലും അന്തരം ഉണ്ടോ? എന്തെങ്കിലും സെയിംനെസ് ഉണ്ടോ? ഇല്ല. എല്ലാ വക വിഡ്ഢികളും വേറെ രീതിയിൽ വളർന്നവരാണ്. ഏതോ 1946 1960 ജനിച്ച വിഡ്ഢികളെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. 5 കഴിഞ്ഞ -1 പോലെ അല്ല. ആ വിഡ്ഢിത്തത്തിൽ മാറാൻ പഠിക്കുക. ആ ഫേക്ക് ബർത്ത് ഡേറ്റ് ഉണ്ടായി ദീപ എന്ന് പറഞ്ഞാൽ മോളുടെ മോളാണ്. അത് കോനിക്കാടനായിട്ട് ബന്ധമില്ല. മൂത്തവരായിട്ട് ജനിച്ചേക്കണേ. ആൺകുട്ടി എങ്ങനെ ജനിച്ചാണ് ആ ആണായിട്ട് വന്നേക്കണേ. ആ രീതിയിലാണ് വന്നേക്കണേ. ദീപിക എന്ന് പറഞ്ഞ ഫേക്ക് പേര് ബർത്ത് ഡേറ്റ് മാറുന്ന ഫേക്ക് പേര് കിട്ടുന്നതാണ്. ആ ഫേക്ക് പേര് വെച്ചിട്ടാണ് കുറേ പേര് വിഡ്ഢി ശൂന്യരായിട്ട് ഇല്ലാണ്ടാവുന്നത്. ആ വിഡ്ഢികളെ ഫേക്കുകളെ വിശ്വസിച്ച് പടു വിഡ്ഢികളാവുന്നത്. ആനമണ്ടന്മാരാവുന്നത് മനസ്സിലാക്കാൻ പഠിക്കുക. യേശു വരെ സ്നേഹിക്കും. പക്ഷെ ഇങ്ങനെയല്ല. ജീവനില്ലാത്ത ലഘുകെട്ട മെറ്റീരിയലിസ്റ്റിക് ഫ്ലിംസി തകർന്നു പോകുന്ന സ്നേഹമല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പക്ഷെ നിങ്ങൾ വിഡ്ഢിത്തത്തിൽ തുടർന്നാൽ നിത്യനാശന കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞു ലവ് ചെയ്യുന്നത് ശോഷിച്ച വാക്കുകൾ ഉപയോഗിച്ചിട്ടല്ല. യേശുവയുടെ മാതൃക അങ്ങനെയാണ്. യേശുവയുടെ മാതൃകയുടെ നേരെ വിപരീതമാണ് ശോഷിച്ച ആൻറ്റിക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുസും മുസ്ലിംസും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ വിഡ്ഢിത്തം. അപ്പോൾ ഞാൻ ശോഷിച്ച വാക്ക് പറഞ്ഞാൽ ആ ശോഷിച്ച വാക്ക് അങ്ങനെയല്ല പറയണേ. അത് നിങ്ങളുടെ കുഴിയിൽ തമ്മിൽ കുഴി ചാടിക്കണവരെന്താണ്? ഈ ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുസും ആൻറ്റിക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും. അവിടെ ഇവിടെയും പറയണേന് ഞാൻ ഗൗനിക്കേണ്ട കാര്യം എന്താ? ഗൗനിക്കാന്നല്ല വേർഡ് പറയാം. അപ്പോൾ ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച റോമൻ കാത്തലിക്സും തമ്മിൽ കുഴി ചാടിക്കണ കാര്യം മൂട്ടി നോട്ടോണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണം? ഞാൻ അങ്ങനെയല്ല. നിങ്ങളുടെ വിഡ്ഢിത്തം മാറ്റാനുള്ള കാര്യങ്ങൾ പറയണത്. തമ്മിൽ കുഴി ചാടിക്കരുത് എന്നാണ് പറയണത് അല്ലേ? അങ്ങനെ ചാടിക്കാതെ പറഞ്ഞ് വിഡ്ഢിത്തം പറഞ്ഞ് വീണ്ടും വിഡ്ഢിത്തത്തിൽ വിലയില്ലാത്തത് റിപ്പീറ്റ് ചെയ്യണതിൽ ഞാൻ പോകണ്ട. ഇല്ല. എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് നേച്ചർ എൻ്റെ കയ്യിൽ വരണ്ട. ഇല്ല. എനിക്കെന്ന് വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് നേച്ചറോട് കമ്പല്ല എന്ന് പറയണം. യേശുവയ്ക്ക് വരെ മെറ്റീരിയലിസ്റ്റിക് നേച്ചറോട് കമ്പല്ല. ലവ് ചെയ്യും. പക്ഷെ ശോഷിച്ച അവസ്ഥയും പറഞ്ഞ് കുട്ടിക്കും ബീഡി വലിച്ച് നടക്കണില്ലേ. അത് വ്യത്യാസമുണ്ട്. ഒരു ജീവനുള്ള ദൈവത്തിൽ നിന്ന് വരുന്നതും അത് കന്യകേന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് കന്യകേനെ ആരാധിക്കാനല്ല പറയണേ. കന്യകേന്ന് എന്താ പറഞ്ഞാൽ കടിഞ്ഞൂലായതുകൊണ്ട് കുറേ എണ്ണം ജനിച്ചു കഴിഞ്ഞിട്ട് വന്നതല്ല. വിശ്വാസത്തിൻ്റെ കാലം റോമൻസിൽ നിന്നുണ്ടായതാണ്. എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാക്കുക. വിഡ്ഢിത്തത്തിൽ നിന്ന് മാറാൻ പഠിക്കുക ആദ്യം. അല്ലെങ്കിൽ നിത്യനാശവും കിട്ടാൻ പോണേ. ശോഷിച്ച വാക്കല്ല. മണ്ടന്മാർ വിഡ്ഢികൾ ആൻറ്റിക്രൈസ്റ്റ് പറയണ മൂട്ടിന്ന് വിടണ പോലെയല്ല പറയണേ. വിലയുള്ള സംസാരമാണ് വായിന്ന് വരേണ്ടത്. പറയിപ്പിക്കാണ്ട് പറഞ്ഞു നോക്കേ. അത് ഞാൻ പറയുന്നുണ്ട്. തമ്മിൽ കുഴി ചാടിക്കണ അവസ്ഥയല്ല വരണേ. ശോഷിച്ച അവസ്ഥയിൽ സ്ട്രെങ്ത് ആയിട്ട് സംസാരിക്കണം. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഈ വ്യത്യാസം എന്താണ്? എല്ലാം വിഡ്ഢിത്തത്തിൽ ചടഞ്ഞുകൂടി കുടിച്ചിരിക്കാണ്ട് എന്തെങ്കിലും ലവ് ചെയ്യാനാണ് ഏതാണെങ്കിലും ഇരുട്ടത്താണെങ്കിലും പുലിയൊക്കെ ഇറങ്ങണ നീലതായി ഏത് മൃഗങ്ങൾ ഇറങ്ങണ സ്ഥലത്താണെങ്കിലും പാമ്പ് ചെയ്യുമ്പോൾ ലവ് ചെയ്യണമെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ പഠിക്കുക. ഇരുട്ടത്താണെങ്കിലും ഏത് ഉറക്കൊളിച്ച സമയത്താണെങ്കിലും പ്രസ്താവിക്കാൻ പഠിക്കുക. എത്ര പറയിപ്പിക്കാണ്ട് ചെയ്യിപ്പിക്കാണ്ട് അതിന് തോണ്ടി ചെയ്യിപ്പിക്കാണ്ട്
ഒരു വിഡ്ഢിയും എന്നെ തോണ്ടി ഒന്നിനും വന്നിട്ടില്ലെന്ന് പറയും. വ്യത്യാസം മനസ്സിലാക്കുക. ചെയ്യണ സ്ട്രെങ്ത്തിലൂടെ ചെയ്യുന്നത് എന്താ? പറയിപ്പിച്ച് ചടഞ്ഞു കൂടിയിരുന്ന് ഇല്ലാണ്ട് വിഡ്ഢിത്തത്തിൽ മുഴുകി ഇല്ലാണ്ടാവുന്നത് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിക്കാതെ. അതുപോലെ തന്നെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളത് മുഖത്ത് നോക്കി സംസാരിക്കുക. ഈ 2888 ജനിച്ചതും 1988 വരുന്നതും അത് രണ്ടും കൂട്ടി നമുക്ക് കാൽക്കുലേഷൻ 26 കാണിക്കണം. 12 മൂത്രം അനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് 3369 കിട്ടുന്നതും 96 മാർച്ചിൽ ടേബിൾസ് പഠിപ്പിക്കുന്നു. അത് 888 12 വയസ്സ് തികഞ്ഞ് നിമ്മിച്ചിട്ടില്ല തികഞ്ഞ് ആ 12 വയസ്സ് തികഞ്ഞ് 888 എന്നുള്ളത് മമ്മിയുടെ ബർത്ത്, നാനിയുടെ ബർത്ത് 8 മാർച്ച് 38. അമേരിക്കൻ വേലി തിരിച്ചെഴുതുമ്പോൾ 38. ഡെത്ത് ഡേ ഡാഡിയുടെ മമ്മിയുടെ റോസി എന്ന പേര്, റോസി. അപ്പോൾ അത് 2008 എന്ന സമയം 12 എന്ന വയസ്സ് തികയുമ്പോൾ 1 + 2 3. 8 × 3 24, 8 × 3 24, 8 × 3 24. 3 8 കൂടുമ്പോൾ 24 തന്നെ വരണേ അഡീഷൻ ചെയ്യുമ്പോൾ. 8 + 8 + 8, 8 + 8 + 8, 8 × 3 24. ആ 24 മൾട്ടിപ്ലിക്കേഷൻ 2 × 4 8, 888 അവിടെ നിൽക്കേണ്ടത് യേശുവയുടെ ചിഹ്നമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ 666 അല്ല അഡീഷൻ ചെയ്യേണ്ട. 2 + 4 6 ചെയ്യേണ്ട. 27 മരിക്കുന്നതും 2nd August 7th August 11 9/11 ഛത്തീസ്ഗഡ് 2001 ഫോം ചെയ്ത് ട്വിൻ ടവേഴ്സ് 12 + 8 11 + 9 11/9 എന്ന സമയത്ത് ഇതാവുന്നത് ട്വിൻ ടവേഴ്സ്. അതുപോലെ ട്വിൻ ടൗൺസ്, സുനാമി ഉണ്ടാവുന്നത് എല്ലാ രീതിയിലും തന്നെ വന്നതാണ്. 21 ഏപ്രിലിൽ ബാപ്റ്റിസം ചെയ്യണ രീതിയിൽ മുങ്ങി നിവരണം, റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യാൻ പോകണ്ട, അത്ര തന്നെ. അപ്പോൾ അതിൽ ഉള്ളടക്കം അതാണ്. അപ്പോൾ അധികം ഞാൻ ദീർഘിച്ച് പറയണല്ലേ. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പാതിരിക്ക് കേൾപ്പിച്ച് കൊടുത്താൽ അത് തീർന്നു. പറയാനുള്ള ചേഞ്ച് ആയിക്കോളും. അപ്പോൾ അത് അവർ ട്വിൻ ടൗൺസ്, കച്ച് ബുച്ച്, ഗുജറാത്തിലുള്ളവരെ ഒരാഴ്ച പോയി സർക്കിട്ട് ചെയ്ത് ചെറിയ പിള്ളേരോട് ചോദിക്കാണ്ട്. ഗോവയിൽ പോയി ഇത്ര 8 വർഷം ഉദരത്തിൽ കടന്ന് അവിടെ താമസിച്ച് വന്നവരോട് ചോദിക്കണം, മൂത്തവരാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ വിഡ്ഢിത്തം കാണിക്കണവർ ഏതോ വിഡ്ഢികളെ ഓർത്ത് അവർ തന്നെ അരന്ന് കൂട്ടി വാങ്ങി. സോഷ്യൽ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ്, സോഷ്യൽ ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, മുസ്ലിംസ് അല്ല. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയില്ല. ഇത് പെണ്ണെന്ന് പറഞ്ഞാൽ ഹിന്ദുസ് എന്ന് പറയണതാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോരോ ജീവനില്ലാത്തത് ആരാധിക്കണം അവർ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ബാപ്റ്റിസം ചെയ്ത് മുങ്ങി നിവരേണ്ട സമയത്ത് നിവർന്ന 2020 കൊറോണ വരാണ്. ഏതിൻ്റെ സമയത്ത് ജനിക്കുകയാണെങ്കിൽ മധുമാസമാണെങ്കിലും May 2 മരിച്ച നാന 84 വയസ്സിൽ 2016 167 7 × 24 74 28 എന്ന് കാണിക്കും. ആ 28 × 3 84, 28 × 2 56 കിട്ടുന്നു. ആ 96 95 96 തേർഡ് സ്റ്റാൻഡേർഡ് ചേരേണ്ടത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേരേണ്ടത് തേർഡ് സ്റ്റാൻഡേർഡ് ചേർന്നു. അതന്നെ ഇപ്പോൾ പറയണം. അപ്പോൾ അത് 65 വയസ്സിൽ ആണ് കിട്ടുകയാണ്. അതിൽ കുറേ വയസ്സായി ഉരുണ്ട് വീഴുന്നത് കോണിക്കാട് വീട്ടുപേര് അപമാനമായിട്ട്. അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡ് 5 6 തന്നെ വരും. 2 3 6 2 3 4 5 പ്ലസ് ചെയ്താൽ ആ 65 മാമയുടെ CRPF മാമയുടെ ബർത്ത് ഇയർ അതല്ല. ഷൂർ ഖാൻ്റെ ബർത്ത് ഇയർ ഫേക്ക് ബർത്ത് ഡേറ്റ് അല്ല, അതല്ല വേണ്ടത്. അപ്പോൾ March 14 ജനിച്ച അതേ 2 എന്ന് പറഞ്ഞ സമയം 14 എന്നുള്ളതല്ല, 21 മുങ്ങി നിവരണം. 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതല്ല. ഏറ്റവും 10ാമത്തെ കുട്ടിയുടെ ഇതിന് ബാപ്റ്റിസത്തിന് ഉരുണ്ട് വീഴണം. അപ്പോൾ 9/11 തന്നെ കിട്ടിയെന്ന് പറയാം. 9/11 അടുത്ത് ട്വിൻ ടവേഴ്സ് അമേരിക്കയിൽ എന്താ വെച്ചാൽ ഉരുണ്ട് വീണിരിക്കുകയാണ്. അപ്പോൾ 10ാമത്തെ കുട്ടി 9 11 ഇടയ്ക്ക് 11 + 9 20 എന്ന് എട്ടുന്ന സമയം അത് രീതിയിൽ തന്നെ കിട്ടണം. 14th March 5 എന്ന വാല്യൂ, 2 3 എന്ന് കിട്ടണം. നാനയുടെ ബർത്ത് ഡേറ്റും നാനയുടെ ബർത്ത് ഇയറും 1932. തേർഡ് സ്റ്റാൻഡേർഡ് ചേരേണ്ട സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേരേണ്ട തേർഡ് സ്റ്റാൻഡേർഡ് ചേർന്ന് ആ രീതിക്കാണ് നടക്കണം. അപ്പോൾ April 21 ബാപ്റ്റിസം ചെയ്യേണ്ടത് പോപ്പ് 84 വയസ്സ് ജോൺ പോൾ മാഷ് 2005 മരിക്കുന്നതും സുനാമി ഉണ്ടാവുന്നതും അത് പറഞ്ഞു. അത് 26 ക്രിസ്മസ് December 25 നേരെ അടുത്ത ദിവസം December 25 അല്ല ക്രിസ്മസ് ആഘോഷിക്കേണ്ടതെന്ന് കാണിക്കുന്നതാണ്. തെറ്റായ സൂര്യദേവ ഭഗവാനും അവർ ഓണഭഗവാന്റെ സമയത്തല്ല ആഘോഷിക്കേണ്ടത്. 26/12/2004 2 × 4 8 26 12 അല്ല കൂട്ടുന്നത്. 12:00 സമയമാണ്. 3 3 അതല്ല. 6 8 അല്ല, അതൊക്കെ ഒന്നല്ല. അപ്പോൾ
2 × 6 2 + 6 7 8 അവിടെ 2 × 4 8 8 നടക്കണം. 12 സമയം 24 23 എന്ന് പറഞ്ഞ സമയം 11 എന്ന സമയത്തിൻ്റെ അടുത്ത വാക്ക് 24, പക്ഷേ അത് 00 എന്ന് കാണിക്കണം. അപ്പോൾ 00 അല്ലേ, 8 നിൽക്കണം. 24 8 2 + 6 7 8 എന്ന് 26 ജനുവരി. സോ 2 to 8 8 8 8 1988 അഡീഷൻ ചെയ്തൊക്കെ 26 ആണ്. അവിടെ ഫേക്ക് ബർത്ത് ഡേറ്റും അടിയിൽ ഹൈഫൻ വെച്ചിട്ടുള്ള ഡേറ്റിനെല്ലാം കുറിച്ച് പറഞ്ഞു. കാൽക്കുലേഷൻ, കറക്റ്റായ കാൽക്കുലേഷൻ. അതാണ് എത്ര മുതിർന്നാലും പക്വത ഇല്ലെങ്കിൽ ഈ മുതിർന്നവരുടെ കാൽക്കുലേഷൻ തെറ്റും, മരുന്ന് കൂട്ടി വാങ്ങും ചെയ്യും. അപ്പോൾ April 21 ഈ പോപ്പ് മരിച്ചു, ഫ്രാൻസിസ് ഫ്രാഞ്ചിയാട്ട് എന്നൊക്കെ സിനിമയുടെ വെറും തെറ്റാണ്, വെട്ടിത്തം പറയിപ്പിച്ച് പറയണ കുമ്മുട്ടി കോഹൻലാൽ പാതിരി വേഷം കെട്ടി ജീവിതത്തെ പ്രതിമകളെ ആരാധിക്കണവർ. നശ്വരമായി സ്ത്രീ നശ്വരം, ഹ്യൂമനിസ്റ്റ് നശ്വരം, മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ ബാപ്റ്റിസം ചെയ്തിട്ട് 21 ഏപ്രിലിൽ ഞാനയുടെ ബർത്ത് മാസം 21 ബാപ്റ്റിസം ചെയ്തത്. 21 + 4 25 25 88 25 10 8 8 16 26 എന്ന സമയത്തിന് നടക്കണേ പോപ്പ്. ഇപ്പോൾ ഈ അടുത്ത് 2025 മരിച്ചത്, അതും 88 വയസ്സിൽ. അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ പോകണം. 7 8 8 2 + 5 6 7 8 ആണെങ്കിലും 7 + 8 + 8 15 15 + 8 23 എന്ന പോലെ അതന്നെ ഞാനയുടെ ബർത്ത് മാസം, ബർത്ത് ഡേറ്റ് അതിന് കണക്ഷനായിട്ടിരിക്കണമെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളത് മുഖത്ത് നോക്കി സംസാരിക്കുക. അപ്പോൾ എന്താ പറഞ്ഞ പിന്നെ ഹാരു ഷോർട്ട് ഫെയിം ഷണ്ടിത്തന്നെ നട്ടാണ് ഫുള്ളായിട്ട് പേരുണ്ടാകുക, ഫുള്ളായിട്ട് പേര് അതിന് അർത്ഥമുണ്ട്. ഹാരിസ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ വരണം. അപ്പോൾ അത് വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കുക. എനിക്ക് ഈ വെഡ്ഡി ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചതന്നെ. വെഡ്ഡി ക്യാമറയുടെ ഒരു ആവശ്യമില്ല. പണ്ടൊക്കെ 500-1000 വർഷം മുമ്പൊക്കെ ചോദിച്ചത് ഈ വെഡ്ഡി ക്യാമറ അള്ളി പിടിച്ചിട്ടാ അല്ല. അത് നടക്കേണ്ടത് വെഡ്ഡികൾക്ക് ഉണ്ടാവേണ്ടത് നടക്കുകയും ചെയ്യും. ഇല്ലേ? ഇത് ദേഷ്യം വന്നിട്ടല്ല പറയണത്. ദേഷ്യം വന്നിട്ട് പറയണത് കുടിച്ചിലൊക്കെ കെട്ട് ഡഗ് അടിച്ച് ബീഡി വലിച്ച എല്ലാ വക വെഡിത്തത്തിലും ഇപ്പോഴും ഉണ്ടാവും. എല്ലാ താഴ്മ കിടന്ന എല്ലാ വെഡിത്തത്തിലും മുടിക്കാനാ ഇല്ല. നിന്നൊക്കെ വെഡ്ഡികളത്തെ ആശ്രയിക്കണ്ടെങ്കിൽ നിന്റെ വെഡ്ഡി പ്ലാൻസിനെ ആശ്രയിക്കണ്ടെങ്കിൽ ചെകുത്താൻ വെഡ്ഡികളുടെ ആൻറ്റി ക്രൈസ്റ്റ് വെഡ്ഡി പ്ലാൻസിനെ ഞാൻ ആശ്രയിക്കണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ കുടിച്ചിലൊക്കെ കെട്ട് ഡഗ് അടിച്ച് മൂക്കുപൊടി വലിച്ച് നടന്നേനെ. അപ്പോൾ അതുപോലത്തെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളാണ് സോഷ്യൽ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ നോക്കാല്ലാണ്ട് ഇതുകൂടി ചെയ്യണം. അതിന് പോലീസിനെ വിളിച്ച് പറയേണ്ടതാണ്. പക്ഷെ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല. പോലീസുകാരും വെഡ്ഡികളുടെ വെഡ്ഡിയാന്മാരാണെന്നറിയാം, വെഡ്ഡികളുടെ ആനമണ്ടന്മാർ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കണ്ണ് കൊണ്ട് പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഇത് പറഞ്ഞറിയിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ കണ്ണ് ചീത്തയാക്കുന്നതും നുണ പറയുന്നതും നാവ് ചീത്തയാക്കുന്നതും നിങ്ങളുടെ വെഡ്ഡിത്താണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കും. എന്താ വെച്ചെങ്കിൽ വെഡ്ഡികളെ ഈ കുരുട്ട് മോന്തകൾ ഈ പെണ്ണെന്നൊക്കെ പറയുന്നത് ഹിന്ദുസിന് വരുന്നതാണ്. സോഷ്യൽ മുസ്ലിംസ്, സോഷ്യൽ റോമൻ കാത്തലിക്സ്, അവർക്ക് ക്രിസ്ത്യാനിറ്റീനെ കുറിച്ച് ഒന്നും അറിയില്ല. ബൈബിൾ വരെ തുറന്ന് നോക്കാറില്ലേ. അതാണ് റോമൻ കാത്തലിക്സ്, ആൻറ്റി ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ഹിന്ദുസ് എപ്പോഴെങ്കിലും റോമൻ കാത്തലിക്സിനോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. പക്ഷേ ഞങ്ങൾ പാതിരികളും സിസ്റ്റേഴ്സ് ഒരു വാക്യം വായിക്കാൻ പറഞ്ഞ് ഒരു യേശു പറഞ്ഞ അത് മാത്രം വായിച്ചിരിക്കും, ബാക്കിയൊന്നും അറിയില്ല. യേശുവ പറയാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കണത്. യേശുവ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും എത്ര അണിഞ്ഞവരിങ്ങനെ വിളിഞ്ഞ് വളഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കണ്ണ് തുറന്ന് നടന്നാലും അറിവില്ലായ്മയിൽ കിട്ടേണ്ട സമയത്ത് കിട്ടില്ല. അതിന് കിട്ടിയുണ്ട് കളർ കോഡ് പോലത്തെ അല്ല. അതാണ് ഈ കുരുട്ട് മോന്തകൾ ഈ വെഡ്ഡി ശൂന്യമായ ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി പ്രൂഫ് പറയിപ്പിച്ച് പറഞ്ഞ കുമ്മുട്ടി കോഹൻലാൽ ഗ്ലീഷുകൾ. അവർ കുരുട്ട് കണ്ണാണ്, കുരുട്ട് മോന്തയാണ്. ശരീരം വൃത്തികെട്ട രോമം വെച്ചിട്ട് അവർ അങ്ങനെ ഒരു സംസാരം വന്ന അടുത്ത് വന്നാലും ഒരു അടുത്തേക്ക് വരില്ല. അത് വേറെ വെഡ്ഡിയാണ്. വെഡ്ഡിയാന്മാരുടെ കൂട്ടം, വെഡ്ഡിമാരുടെ കൂമ്പാരം. കോഹൻലാലും പറയിപ്പിച്ച മാത്രം പറയണ വെഡ്ഡി ക്യാമറയുടെ ഒരു പ്രൂഫാക്കി വെക്കണം. വെഡ്ഡികൾക്ക് വേണ്ടി വെഡ്ഡിത്തം കാണിച്ചു വെക്കണം വെഡ്ഡികൾ. അതിന് കൂടെ ഒരു വെഡ്ഡി ഒരു റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്താൽ വെഡ്ഡി മ്യൂസിക് ചേർത്ത് വയ്ക്കുക. അതാണ് അടുത്ത തെറ്റ്. നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക നിങ്ങളുടെ തെറ്റെന്താണ്. ആ വെഡ്ഡി മ്യൂസിക് അതിലും വിചാരിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ വെഡ്ഡിയന്മാരെല്ലാം വിചാരിക്കേണ്ട. വെഡിത്തം ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് 3 തുള്ളി വെള്ളം ഒഴിച്ച് മുങ്ങി ജീവരുടെ പകരം മാതൃക കാണിക്കണേ. അതിൻ്റെ പകരം ഈ ജീവനില്ലാത്തതിനെ ആരാധിച്ച് മരിച്ചവരെ ആരാധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ പുഷ്ടിപ്പെടുത്തേണ്ടത് ഓരോരോ സദ്വചനങ്ങളൊക്കെ പറയേണ്ടത്. അതില്ലാണ്ട് ഈ പാതിരികളെയും മുത്തി നശ്വരമായ സ്ത്രീകളെയും നശ്വര ഹ്യൂമൻസിനെയും കന്യകനെയും ആരാധിച്ച് കന്യകയിൽ കടിഞ്ഞുള്ളുണ്ടായി അത്രയും പറഞ്ഞുള്ളൂ.
കുറേ 7 പേരുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യം. 7 കുട്ടികളുണ്ടായിട്ടല്ല ജനിച്ചതാണെന്ന് കാണിക്കണം. അതിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. നശ്വരമായ സ്ത്രീയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ലേ. അത് പറഞ്ഞ് എനിക്ക് വിഡ്ഢികളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും. ഈ വിഡ്ഢികളെ എന്നെ പറഞ്ഞില്ലേ, ബൈബിൾ നന്നായിട്ട് അഴിച്ചിട്ടുണ്ട്. എല്ലാം കാണേണ്ടവർ കാണും, കേൾക്കേണ്ടവർ കേൾക്കുന്നു. പക്ഷെ ആ വിഡ്ഢികളെ എന്നെ അവഗണിക്കുന്നു. വിഡ്ഢിത്തത്തിൽ മുഴുകി മാറാൻ തയ്യാറല്ല. കുമ്മുട്ടി കോഹലാൽ സ്വയം വിഡ്ഢികളാണ്. പറപ്പിച്ച് മാത്രം കുരുട്ട് മോന്ത കണ്ടറിയാം. അവരുടെ കുരുട്ട് മോന്തയാന്ന് കണ്ടിട്ട് അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കട്ടെ, അവർ ചെയ്ത വിഡ്ഢിത്തങ്ങൾ, വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ കാണിച്ച പാതിരി വേഷം കെട്ടിയതും സ്വാമി വേഷം കെട്ടിയതും ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിച്ചതൊക്കെ പൊട്ട ആന മണ്ട തെറ്റാന്ന്. അത് മനസ്സിലാവും, പിന്നെ മനസ്സിലാവും എല്ലാ വക വിഡ്ഢികൾക്കും. ഈ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സിനും ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച ഹിന്ദുസിനും ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച മുസ്ലിംസിനും അറിയില്ല അവർ വിഡ്ഢികളാന്ന്. അവർ സ്വയം ആൻറ്റി ക്രൈസ്റ്റാന്ന്. അതുകൊണ്ടാണ് വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ വളിഞ്ഞ മോന്തയും വെച്ച് കുരുട്ട് മോന്തകളുണ്ട് ആദിവാസികളുടെ, ശോഷിച്ച ഹിന്ദുസിൻ്റെ, ശോഷിച്ച മുസ്ലിംസിൻ്റെ, ശോഷിച്ച റോമൻ കാത്തലിക്സിൻ്റെ. കുറേ ഹിന്ദിക്കാരും എല്ലാം കൂടി വളഞ്ഞ് കുട്ടി വൃത്തിയായി എന്നെ തോണ്ടി സംസാരിക്കാൻ ഒരു മലയാളിയും ഹിന്ദിക്കാരും ഇതുവരെ ചെറുപ്പത്തിലോട്ട് വന്നിട്ടില്ലേ. ഒരു വിഡ്ഢി ജീവനില്ലാത്തതിനെ ആരാധിക്കണോ, ഫെസ്റ്റിവൽ ആഘോഷിപ്പിക്കാനോ, കുട്ക ബീഡി വലിപ്പിക്കാനോ, ഒരു വിഡ്ഢി ആക്ടേഴ്സിനെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ 1 മിനിറ്റിന് കൂടുതൽ ദൈർഘ്യത്തിൽ സംസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാം അവർ വിഡ്ഢിത്തത്തിലൂടെ നീങ്ങണമെന്ന്. എൻ്റെ മുഖത്ത് തെളിച്ചുണ്ടാവും. അത് സംസാരിക്കാൻ അവർക്ക് കഴിവില്ല, അവർ സംസാരിക്കില്ല അങ്ങനത്തെ വാക്കുകൾ. അപ്പോൾ അവിടെ ഇവിടെ പറയുമ്പോൾ സ്വന്തം നാവും സൂക്ഷിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് പോയിക്കുക. നിങ്ങളെ സ്വയം സമാധാനിപ്പിക്കുകയാണോ? നിങ്ങൾ രാവിലെ തൂറാറില്ലേ മൂട്ടിന്ന് വിട്ട്? ഈ ശോഭൻ പറയുമ്പോൾ അവരുടെ തീട്ടം കൂടിയും വായിൽ കയറ്റി വെച്ച് വേസ്റ്റ് നന്നായി ഒഴുക്കോടെ പോട്ടെ, മൂട്ടിന്ന് വിടേണ്ടത് വായിക്കോടെ വിലയുള്ള സംസാരം വരാണ്. മൂട്ടിന്ന് വിട്ട് അതിൽ നിർത്തും, നിൽക്കും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എനിക്കിങ്ങനെ കുരുട്ട് മോന്തയുള്ള ഈ വെഡ്ഡി സമപ്രായക്കാരാണെങ്കിലും ഉയരം കുറഞ്ഞവരെ തടിച്ചില്ല എൻ്റെ മുഖത്ത് തോണ്ടി ഇങ്ങനത്തെ വാക്കുകൾ പറയാൻ വന്നിട്ടില്ലേ. എന്ത് പറഞ്ഞാലും ഈ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് വിഡ്ഢിത്തത്തിലൂടെ നിരങ്ങി നീങ്ങാണ് ശോഷിച്ച വാക്കുകൾ പറഞ്ഞ്. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഒരു ക്ലീശ ഒടിഞ്ഞ് നടക്കുന്ന വിഡ്ഢികളെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങൾ ശോഷിച്ച ബൈക്കുണ്ട്, ബൈക്ക് കേടായ ഒരു വേറെ ശബ്ദം വരും. അത് സ്വന്തം ശോഷിച്ച അവസ്ഥയെ കാണിക്കണേ അല്ലേ. സ്വന്തം ശോഷിച്ച അവസ്ഥ നാവ് പറയണേ. ഇത് വരെയുള്ള സംസാരം വരണേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്താണ് ആൻറ്റി ക്രൈസ്റ്റ് ജീവനില്ലാത്ത വിഡ്ഢി ചെകുത്താൻ ബാധിതരെയും അത് തമ്മിൽ വ്യത്യാസം അറിയും. ഹാരിസ് തമ്മിലുള്ള വ്യത്യാസം അറിയും. ചെകുത്താൻ ബാധിതരായ ഈ ജീവനില്ലാത്തത് ആരാധിക്കണ ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, റോമൻ കാത്തലിക്സ്, ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ്, അതൊരു വിഡ്ഢി ഗ്രൂപ്പാണ്. തൊലയാൻ കണ്ട വിഡ്ഢികൾ. അതിനെ വിഡ്ഢികൾ എന്ന് പറയണത്. അത് ഹാരിസായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്, യേശുവായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലാക്കാൻ പഠിക്കും. എടാന്ന് പറയാൻ പറ്റില്ല, എടി എന്ന് പറയണം. ധൈര്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. ധൈര്യമില്ലാത്ത പേടിച്ച് തൂറികളാണ് മൂട്ടിന്ന് വിടണ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് എന്തെടുത്ത് മൂട്ടിന്ന് ശരിക്കും പോണില്ലേ? അതുകൊണ്ടാണ് വായക്കൂടെ മൂട്ടിന്ന് വിടണ പോലെ പറഞ്ഞിരിക്കണേ. നിനക്ക് നിന്റെ വായിൽ ആരെങ്കിലും വന്ന് ആരെ കൊണ്ട് പറഞ്ഞ് നടക്കണവരാരെയും വന്ന് നിന്റെ വായിൽ തൂറണം എന്നുണ്ടാ. എന്നാലേ വേസ്റ്റായിട്ട് മൂട്ടിന്ന് നന്നായിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ വായക്കൂടെ വേസ്റ്റ് വിടേ. മൂട്ടിന്ന് വേസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ വേസ്റ്റ് വിഴുങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ആരെയും വേസ്റ്റ് പറഞ്ഞു തരുമ്പോൾ മുട്ടിന്ന് വിട്ട് തരുമ്പോൾ വേസ്റ്റ് വായകൊണ്ട് വിവരമുള്ള സംസാരം വരും വിചാരിച്ചിട്ടാണോ? ഒന്ന് മനസ്സിലാക്കാൻ പഠിക്കേണ്ടത്. ധൈര്യമില്ലാത്ത വെഡ്ഡികളാണ്. അവരുടെ കുരുട്ട് മോത തന്തയുടെ തല റിട്ടയർഡ് ടീച്ചർ അനുകരിച്ച് നടക്കുന്നവരുടെ വെഡിത്തം കേട്ടാൽ അറിയാലോ. മൂട്ടിന്ന് വിട നാവിന്ന് വരണ കേട്ടാൽ അറിയാലോ. അല്ലെങ്കിൽ ബസ് തകരാറായി, അതിൻ്റെ ശബ്ദത്തിന് പുറമെ കടകടകട വേറെ ശബ്ദം വരും. അതുപോലെ തന്നെ അവരുടെ ശോഷിച്ച അവസ്ഥ അവരുടെ അതിലുള്ള ആൾക്കാരുടെ ശബ്ദമാണോ, വിഡ്ഢികളുടെ ശബ്ദമാണോ? അല്ല, അവരുടെ തന്നെ ശോഷിച്ച അവസ്ഥയെ പുറത്ത് കാണിക്കണേ. ബസ്സിൻ്റെ ശോഷിച്ച അവസ്ഥയെ പുറത്ത് കാണിക്കണേ. എനിക്ക് ശോഷിച്ച അവസ്ഥ കാണിക്കേണ്ട ആവശ്യമില്ല. ശോഷിച്ച അവസ്ഥ എൻ്റെ ഇല്ല. മനസ്സിലായ? അതുകൊണ്ട് എനിക്ക് പൂർണ്ണ അറിവുള്ള വചനങ്ങൾ വരാം, സ്ട്രെങ്ത് ആയിട്ട് വരാം. ധൈര്യമില്ലാത്തവരാണ് ശോഷിച്ച അവസ്ഥ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വെഡിത്തം, കുടിച്ചിലൊക്കെ കേട്ട് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് നടക്കുക. തോണ്ടി കുട്ടിയും കഴിച്ച് ബീഡിയും വലിച്ച് കുമിത്ത വെച്ച് കുമുട്ടി എന്ന് പറഞ്ഞിട്ട് വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെക്കുകയാണ്. എനിക്ക് ബൊക്കോറോ ബൊങ്ങോ തുളിക്കോ അവരുടെ ശബ്ദം അങ്ങനെ വരാം അവരുടെ സൗണ്ട്. കുട്ടിയും കഴിച്ച് ബീഡിയും വലിച്ച് അവരുടെ സൗണ്ട് തന്നെ ചീത്തയായിരിക്കുകയാണ്. സ്വന്തം ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് പറപ്പിച്ചാലോ എന്തെങ്കിലും 2 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിഡ്ഢികളാണ് അവർ. വിഡ്ഢി ക്യാമറ പ്രൂഫായിട്ട് ഇളിഞ്ഞ ചേരിയും ചിരിച്ച് സ്റ്റേജിൽ പരിപാടി നടത്തണേ. സ്വന്തം മക്കളെ മോൻ ദുൽഖർ അവരുടെ കുരുട്ട് മോന്തകൾ അടുത്തുണ്ട് വെച്ച് വൃത്തികെട്ട ശരീരം കൊണ്ടുവച്ച് അതല്ലാന്നറിയാം. അടുത്തുണ്ട് വെച്ചാൽ ഒരു ക്യാരക്ടറായിട്ട് ഒരു വ്യത്യാസമുണ്ട്, അതല്ലാന്നറിയാം. ഏതോ കറുത്ത് വൃത്തികെട്ട വെളുത്തതായാലും കറുത്ത ആദിവാസികളുടെ ശോഷിച്ച അവസ്ഥ കാണിക്കണ വിഡ്ഢികൾ.
ചെകുത്താൻ ബാധിതരും ഹാരിസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കും. ഹാരി പോര് എന്ന് പറയുന്നത് കഷണ്ടി തലേനാട്ടാണ് പേര്. പെണ്ണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. പെണ്ണ് പേരുണ്ട് റോമൻ കാത്തലിക്സ്, മുസ്ലിംസ്. പെണ്ണുകൾ റോമൻ കാത്തലിക്സ്, ഹിന്ദുസിനും അവർ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയില്ല, ബൈബിളിനെ കുറിച്ച് അറിയില്ല. ക്രിസ്ത്യാനി എന്താണെന്ന് ചോദിക്കുള്ളൂ. അല്ല എവിടെ അവർ ക്രിസ്ത്യാനിറ്റി അതിന് ബന്ധമുണ്ടോ? റോമൻ കാത്തലിക്സിന് വരെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിയില്ല. അവർക്ക് ബൈബിൾ ആരെയും പറയിപ്പിച്ചാൽ മാത്രം പറയാണ് വിഡ്ഢികളാണ്. പാതിരിഭാഷ കെട്ടണവർ വിഗ്രഹങ്ങളെ ആരാധിച്ച്, കന്യകളെ ആരാധിച്ച്, നശ്വരമായ സ്ത്രീകളെയും ജൽപ്പനെയും വിഗ്രഹങ്ങളെയും ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കണം അവർ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എരന്ന് കൂട്ടി വാങ്ങി ചത്തിട്ടും ഇല്ലാണ്ടായിട്ട് പാതി ജീവനോടെ ശരീരത്തോടെ ചത്തിട്ടും എല്ലാം കെട്ടിയിട്ടും ഫേക്ക് സിറ്റുവേഷൻ കണ്ടാൽ അറിയാതെ ഇപ്പോൾ എഴുതി വയ്ക്കാത്തതാണ്. ശോഷിച്ച പിടുത്തം മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കും. അത് സ്വന്തം കുരുട്ട് മോന്ത, കുളിക്കാത്ത കുരുട്ട് മോന്ത കൊണ്ട് കണ്ണാടി പോയി നോക്കിയാൽ സ്വന്തം ഒന്നും അല്ലാത്ത പോലെ തന്നെ ആവാൻ തന്നെ പറയണേ നീ സ്വയം. സ്വന്തം ധൈര്യമില്ലാത്ത അവസ്ഥ, സോഷ്യൽ നിങ്ങൾ ഞാൻ ആരെ കുറിച്ചും ധൈര്യമില്ല, ആരും പറയില്ല, എന്നെ കുറിച്ചും പറയാൻ പറ്റില്ല. ആരും എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കേണ്ട. അവിടെ ഇവിടെ ഒളിച്ചും പാത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അവിടെ ഇവിടെ ഒളിച്ചും പാത്ത് ഉറങ്ങി കിടക്കുമ്പോൾ മനസ്സിലാക്കുക. ചെകുത്താൻ പട്ടികൾ അവർ എളിഞ്ഞ് ചിരിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങി എന്നിട്ട് നടക്കുമ്പോൾ തന്നെ ഉറങ്ങി കണ്ണും തുറന്നുറങ്ങും. അതാണ് ഈ വഴിയെ കിട്ടണേ ഫേക്ക് സിറ്റുവേഷനുകളും എല്ലാം സൃഷ്ടിച്ച്. ഇങ്ങനെയുള്ള വിഡ്ഢികളെ ഈ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്തിനാ ഈ വിഡ്ഢികളെ ബോധിപ്പിക്കേണ്ട കാര്യം? വിഡ്ഢികളെ എന്നെ തോണ്ടി ദശരയ്ക്ക് വാ, ഹിന്ദിക്കാരും മലയാളികളും വന്നിട്ടില്ലേ, ഹോളിക്ക് വാ, കോണം കുത്തിന് വാ, ദശര ദുർഗാ പൂജയ്ക്ക് വാ. 10 കൈയുള്ള ഒരു സ്ത്രീ ഇതുവരെ ജനിച്ചിട്ടില്ലേ? നശ്വരമായ സ്ത്രീയോ നശ്വരമായ ഹ്യൂമൻസോ മൃഗങ്ങളോ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? 5 തലയുള്ള പാമ്പ്, 10 തലയുള്ള മനുഷ്യൻ. നിങ്ങൾ തലയ്ക്ക് വിവരമില്ലേ? എല്ലാ മിഥ്യധാരണകളും കൊണ്ട് നടന്നിട്ട് കൊണ്ടിങ്ങോ വിളിച്ചില്ല. എന്നാലും ഓണത്തിന് വിഷുവ ഒറ്റ കുരുട്ട് പന്നി മോന്ത എന്നല്ലേ പറഞ്ഞിട്ട്. ഒരു കുരുട്ട്, ഒരു വൃത്തികെട്ട മോന്തയാണ്. ഏത് വൃത്തികെട്ട തന്തയ്ക്ക് തള്ള ജനിച്ചതാണോ? എന്നിട്ട് ഗ്ലീഷോ റോമോത്തിരിക്കാൻ നടക്കണവരെ അവർ ഇതിനെക്കുറിച്ച് തലയുയർത്തിന് പറയുമോ? ഗുഡ്കിങ് കഴിച്ച് തോണ്ടി കുമിതാച്ചിന് കൈ അടിച്ച് നിങ്ങളെ പറയിപ്പിച്ച് പറഞ്ഞ് നിന്റെ കൂട്ടത്തിലുള്ള വിഡ്ഢികൾ ഇല്ലാണ്ടായി. ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇല്ലാണ്ടാവണ രീതിയാണ് കാണിച്ചു വെച്ചാണ്. എന്നോട് വന്നിട്ട് ഇല്ലാണ്ട് കാണിക്കേ എന്തിട്ട് ഇത് വിഡിത്തം. ഏത് വൃത്തികെട്ട സീമയായിക്കോട്ടെ, ഏത് വൃത്തികെട്ട ഗീതയായിക്കോട്ടെ, ശോഷിച്ച സ്ത്രീകളെ, നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും മൃഗങ്ങളെ ആരാധിക്കണം. ഈ വിഡ്ഢി പഴയ വൃത്തികെട്ട സാധനങ്ങൾ ശവപ്പെട്ടി വരെ അവർ സ്വീകരിക്കാത്തതുകൊണ്ട് കത്തിച്ച് കളയണം. ഇങ്ങനെയുള്ള സാധനങ്ങളെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ വിഡ്ഢികളെ. ധൈര്യമില്ലാത്ത വിഡ്ഢികൾ, ശോഷിച്ച കുമ്മുട്ടി വരെ പാതിരി വേഷം കെട്ടി, സ്വാമി വേഷം കെട്ടി, വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെച്ച് നാണം കെട്ട ഒരു ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. അവർ കുരുട്ട് മോന്ത കൊണ്ട് പഠിച്ച ഒരു വളിഞ്ഞ ഇത് എന്തൊരു വൃത്തികെട്ട ഒരു എന്തെങ്കിലും ഈ സാധനങ്ങളൊക്കെ ആരാധിക്കാൻ അതിൻ്റെ മോന്ത കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ എല്ലായിടത്തും. വളിഞ്ഞ സാധനങ്ങൾ ഈ മോന്ത കാണാൻ പോകും. 2 മണിക്കൂർ പറയിപ്പിച്ച് നടക്കണ പണ്ട ഡയലോഗ് കാണാൻ. ഹിന്ദിയിൽ ഇങ്ങനത്തെ വാക്കുകൾ പറയാനും മൊത്തം മലയാളത്തിന് വാക്കുകൾ പറയാൻ ഞാൻ ആരും അല്ല പറഞ്ഞു. പിന്നെ എന്നിട്ട് ഷോർട്സ് വാക്ക് അവിടെ ഇവിടെ പറയും. എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം, എനിക്ക് കൊള്ളുണ്ടെങ്കിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് നിനക്ക് ആശ്രയിക്കേണ്ട നടക്കേണ്ട ആവശ്യമുള്ളൂ. ധൈര്യം, പേടി, സ്നേഹം, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വരണ്ടെങ്കിൽ നിന്റെ പോലത്തെ വിഡ്ഢികൾക്ക് വിഡ്ഢിത്തം മോദി കൊടുക്കണ പോലെ ഫേക്ക് സ്നേഹം കാണിച്ച് തമ്മിൽ കുഴിയിൽ ചാടിക്കും. അതാണ് വിഡ്ഢികളുടെ കൂടെ നടക്കുമ്പോൾ. വിഡ്ഢികളോട് ചടഞ്ഞു കൂടിയിരിക്കുക. വിഡ്ഢികൾ ധൈര്യത്തോടെ ജീവിക്കാൻ പഠിക്കാദ്യം. എന്ത് ഇതാണെങ്കിലും ഒറ്റണത്തിന് മോന്തയ്ക്ക് നോക്കി സംസാരിക്കുക. അവരുടെ കുരുട്ട് മോന്ത, അവരുടെ എന്തിട്ട് വൃത്തികെട്ട ശോഷിച്ച നേച്ചറാണാവോ? ശോഷിച്ച അവസ്ഥ അവരുടെ മോന്തിൽ എഴുതി വെച്ചൊക്കെയാണ്. വൃത്തികെട്ട ജീവനില്ലാത്തത് ആരാധിക്കുന്ന വിഡ്ഢികളാണ്. കുറേ ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസും ഷൂർഖാനും ആൻറ്റി ക്രൈസ്റ്റ് ഫേക്ക് പേരുകളും ഫേക്ക് ബർത്ത് ഡേറ്റുള്ള ശോഷിച്ച ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസും. എൻ്റെ വിചാരം നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. നീയൊക്കെ എരന്ന് കൂട്ടി ചാവേണ്ടതാണ്. സ്നേഹമുണ്ടായിട്ടാണ് പറയണം വിചാരം. പൂർണ്ണമായിട്ട് അറിവോടെ സംസാരം ഒരു ധൈര്യത്തിൻ്റെ ലക്ഷണം. എന്നിട്ട് ശോഷിച്ച വാക്ക് പറഞ്ഞിരിക്കുക. ആ കുമ്മുട്ടി കോഹൻലാൽ ആരെങ്കിലും ഇതുപോലെ പറയുമോ? ക്രിസ്ത്യാനിറ്റി ആയിട്ട് തട്ടിച്ച് നിന്ന് ഒരു വിഡ്ഢി ആൻറ്റി ക്രൈസ്റ്റുകളുടെ കൂടെ നടക്കണ വിഡ്ഢികൾ. അത് മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉറങ്ങി എനിക്കും പറയാം വിഡ്ഢിത്തം കാണിക്കാൻ ഒരുമ്പെട്ടണ വിഡ്ഢികൾ. എത്ര പണി ഇല്ലാണ്ടാവോ കാണാം.
90 വയസ്സ് വരെ ജീവിക്കാൻ മധുവിനോട് മധുവിന് എന്തിട്ടാണ് ഒരു മനുഷ്യ കോലം, അതിന് ജീവനുള്ള ദൈവമായിട്ട് ഒരു ബന്ധമില്ല. ഒരു സ്റ്റേജിൽ പരിപാടി 90 വയസ്സ് വരെ ജീവിക്കാൻ, അത് 90 വയസ്സ് ജീവിക്കാൻ തോന്നണം എനിക്ക്. ശോഭനയൊക്കെ വൃത്തികെട്ട 68 വയസ്സ് വരെ ഇല്ല. അത് എത്ര പെട്ടെന്ന് ചത്തുപോകും, അത് നോക്കി വെച്ച നീ. 68 വയസ്സിന് കൂടി പോയി ഞാൻ പറഞ്ഞത്. കാണാം ഒരു 2 വർഷം നോക്കി വെച്ച എല്ലാത്തിൻ്റെയും ശോഷിച്ച അവസ്ഥ കാരണം വെഡിത്തായിരുന്നു കുട്ടിയാവാം എല്ലാറ്റും. വെഡി ക്യാമറയുടെ പോയി വെഡി പ്രൂഫ് ചെയ്ത് ചെയ്യാന്ന് ജീവനില്ലാത്തത് ആരാധിച്ച് കുറെ കുമ്മൂട്ടി ഷാറുഖ് ഖാൻ കുഞ്ചി വാര്യർ എല്ലാത്തിനും മോന്ത കണ്ടറിയാം. ചെകുത്താൻ ബാധിതരെ കണ്ട മനസ്സിലാക്കാൻ പഠിക്കാതെ ഏതാ ശരിയെന്ന് കാര്യം ഏതാണ്. മനസ്സിലായ വിഡ്ഢി ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല, തെറ്റാണെന്നറിയാം. സ്പൈ ചെയ്യുന്നത് ബൈബിളായാലും എവിടെയെങ്കിലും തെറ്റാന്ന് എഴുതിയിട്ടുണ്ട്. അത് ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ്, ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് അവർ ചെയ്യുന്നത് തെറ്റാന്ന് അവർക്ക് അറിയാം. എന്നിട്ടും തെറ്റിലൂടെ നീങ്ങാണ്. മുസ്ലിംസ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറയൂ. അവർ കുരുട്ട് മോന്ത എത്ര എടുത്ത് വെച്ചാലും വിടർന്ന മോന്തയുടെ അടുത്തേക്ക് വരില്ല എന്നറിയാം. കുമ്മുട്ടി ആയാലും കുമുക്കായ ആയാലും കൊടക്കമ്പി ആയാലും ഏത് കൊച്ചിരണ്ടിഫി ആയാലും. അപ്പോൾ അവർക്ക് മധുവിനൊക്കെ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തോടെ പോകണമല്ലോ. വീട്ടിൽ ക്യാമറയുടെ മുന്നിൽ പ്രൂഫ് ആക്കി വെക്കണം. അവരോട് ചാവാൻ കിടക്കുന്നുണ്ട്. ഇനി ഒരു അധികം വർഷമൊന്നുമില്ല ഇങ്ങനെയുള്ള കോപനകളും കുമ്മുട്ടികളും കോഹൻലാലുകളും. ഇവരോട് ഞാൻ എന്ത് പറഞ്ഞ് ബോധിപ്പിക്കണം? ഇങ്ങനെയുള്ളവരെ എനിക്കെന്താ ആവശ്യം? തോണ്ടി എന്നോട് ഇന്ന് ഗുഡ്ക കഴിക്കാൻ എന്തെങ്കിലും ദസറ ഹിന്ദിക്കാർ, മലയാളികൾ, ഗുഡ്ക ഹിന്ദി നടക്കണവരാണ് ക്ലീശോകൾ. ഗുഡ്ക കഴിച്ച് മലയാളത്തിലെ ആക്ടേഴ്സിനെ കുറിച്ച് മമ്മൂട്ടിയ മോഹൻലാൽ അത് എന്തിനെ കുറിച്ചും എൻ്റെ തോണ്ടീസ് പറയാത്തത്. ദീപാവലി, ദസറ, ദുർഗാപൂജയെ കുറിച്ച് ഞാൻ തോണ്ടി വരെ ക്ഷണിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓണം, വിഷുവും അതൊക്കെ പിടിത്തം ആഘോഷം നടക്കണവരാണ് ഇവർ. റോമൻ കാത്തലിക്സും ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസും ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസും ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും. അവർക്ക് ധൈര്യമില്ല, അറിവില്ല. അതുകൊണ്ട് മുഖത്തോക്കി സംസാരിക്കണല്ലേ. മുഖത്തോക്കി സംസാരിക്കാത്തവരോട് ഞാൻ എന്ത് പറഞ്ഞ് ബോധിപ്പിക്കണം? അവരുടെ വെഡ്ഡി മോന്ത കണ്ടാലറിയാമല്ലോ. ധൈര്യമില്ലാണ്ട് അറിവില്ലാണ്ട് ഒളിച്ചും പാത്തിരിക്കണം അവർ. അവരോട് ഞാനെന്ത് പറഞ്ഞ് ബോധിപ്പിക്കണം? അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതാ ഞാൻ പറയണത്, വിഡ്ഢി ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങളുടെ നാവ് ചീത്തയാക്കി, ഞങ്ങളുടെ കണ്ണ് ചീത്തയാക്കുന്നത്, നാവ് നോണ പറയുന്നതൊക്കെ വിഡ്ഢിത്തത്തിലൂടെ നീങ്ങുന്നത്. വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെക്കേണ്ട തെറ്റാണ്. മെറ്റീരിയലിസ്റ്റിക് നേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള വിഡ്ഢിത്തം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി? നമുക്ക് തൂറാൻ മുട്ടുണ്ട്. എന്താണ് വായക്കോടെ വിടുന്നത്? വായക്കോടെ വിവരമുള്ള സംസാരം വരേണ്ടത്. ബാക്കിയുള്ളവരോട് ഇങ്ങനെ കൊണ്ട് തൂറാൻ മുട്ടണ പോലെ തൂറ്റളക്കം തിന്ന് വേസ്റ്റ് വിടാൻ അറിയില്ലേ ഞങ്ങൾക്ക്? മൂട്ടിക്കോടെ വേസ്റ്റ് എത്ര ഷറപ്പറ പോവും. എത്ര വേസ്റ്റ് മൂട്ടിൽ നിന്ന് വിടുന്നത് കേട്ടിട്ടാണോ നിങ്ങൾക്ക് വേസ്റ്റ് വിടാനായിട്ട്? നിങ്ങളുടെ വിവരമില്ലായ്മ, നിങ്ങളുടെ ധൈര്യമില്ലായ്മയാണ് നിങ്ങളെ വായക്കോടെ മൂട്ടിൽ നിന്ന് വിടണ രീതിയിലാക്കണത്. അതാ ഞാൻ നിങ്ങളോട് ചോദിക്കണേ. രാത്രി ആയാലും വൈകിട്ടായാലും രാവിലെ ആയാലും പുലർച്ചെ ആയാലും നിങ്ങൾ മര്യാദയ്ക്ക് തൂറിയില്ലേ? ഞങ്ങൾക്ക് തൂറാൻ മുട്ടണ്ട. വായക്കോടെ വിവരമുള്ള സംസാരമാണ് വരേണ്ടത്, അല്ലേ? വായന്ന് മൂട്ടിന്ന് വിടണ പോലെ ശോഷിച്ച വാക്കുകളും പറഞ്ഞിരുന്ന എന്താ കാര്യം? കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളെന്താ കക്കൂസയിൽ മര്യാദയ്ക്ക് പോയില്ലേ? തൂറി വിടേണ്ടത് വായക്കോടെയാണോ? മര്യാദയ്ക്ക് തൂറി വിടണ ക്ലോസറ്റിലൊന്നിരിക്കേ. മനസ്സിലാവേണ്ടത് ദേഷ്യം വന്നിട്ട് കൊണ്ടിട്ട് പറയുന്നതല്ല. എനിക്ക് നിങ്ങൾ പറയുന്ന വിഡ്ഢിത്തം, നിങ്ങൾ അർത്ഥശൂന്യമായ വിഡ്ഢിത്താണ് മൂട്ടിന്ന് വിടുന്നത് വായക്കോടെ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണേ, ഗുഡ്ക കഴിച്ച് മൂട്ടിന്ന് വിടണ പോലെ അല്ല മൂട്ടിന്ന് വിടുന്നത്. എനിക്ക് കൊള്ളണില്ലേ. അങ്ങനെയാണ് ഗുഡ്ക കഴിച്ച് നിങ്ങളെ പോലെ കുടിച്ച് നടന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉണ്ടാവാത്തതാണ് പറയണത്. ഉണ്ടായിട്ട് എന്തെങ്കിലും പറയണവർ പെടും. ആ വിലയില്ലാത്ത വിഡ്ഢിത്തത്തിൽ മുഴുകി നടക്കണ ചടഞ്ഞു കൂടിയിരിക്കണവർ, കുടിച്ചിലൊക്കെ കെട്ട് വിഷമം വരണവർ, പെട്ടെന്ന് ദേഷ്യം വരണവർ, വിഡ്ഢിത്തത്തിൽ സ്നേഹം കാണിക്കണവർ, തമ്മിൽ കുഴിയിൽ ചാടിക്കണവർ. അതാണ് ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച് മുസ്ലിംസ്, ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ്. അവർക്ക് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധമില്ല. അപ്പോൾ മനസ്സിലാക്കുന്നത് വളരെ പ്ലസൻ്റ് ആയിട്ടാണ് പറയണത്.
എത്രയോ പ്ലസൻ്റായിട്ട് 90 വയസ്സായാലും ഞാൻ പറയും എന്നുവെച്ചാൽ ഫ്ലാറ്റിലൊക്കെ സമാധാനമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കുക. ഞാൻ പറയേണ്ടത് ഇങ്ങോട്ട് അവിടെ നിന്ന് കേൾക്കണം, ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും. എനിക്ക് മിണ്ടാണ്ടിരിക്കേണ്ട സമയം എപ്പോഴാണെന്ന് അറിയാം, മിണ്ടാണ്ട സമയം എപ്പോഴാണെന്ന് അറിയാം. ഇങ്ങനെ പോയാൽ ജീവനില്ലാത്ത വെഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫ് കാണിക്കണ എല്ലാം ജീവനില്ലാത്തത് ആരാധിക്കണം, പുഴുവിനെ വരെ ആരാധിക്കണവർ മാത്രമല്ല ഉണ്ടാവുക. അതിന് സാധ്യത ഉണ്ട്. ചിലപ്പോൾ മാമുക്കോയാനെ വരെ ആരാധിക്കണ വിഡ്ഢികൾ ചിലപ്പോൾ വരും. ചെകുത്താൻ വിഡ്ഢികൾ, അതാണ് അവരുടെ ചിഹ്നം. ചെകുത്താൻ വിഡ്ഢികൾ പെട്ടെന്ന് ഇല്ലാണ്ടാവും. എന്തിനങ്ങനെയുള്ളവർ ജീവിക്കണമെന്ന് അറിയില്ല, ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞാണ് വിഡ്ഢി ക്യാമറയ്ക്ക് മുന്നിൽ വിഡ്ഢി പ്രൂഫാക്കി വെച്ച് മെറ്റീരിയലിസ്റ്റിക് ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ്, ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ്, കുമ്മുട്ടി പോലത്തെ ഷൂർഖാൻ പോലത്തെ ഈ വിഡ്ഢികൾ ഫേക്ക് പേര്, അവരുടെ സ്വന്തം പേരല്ല അത്, കോനിക്കാടൻ അതിന് ഷാറുഖ് ഖാൻ എന്ന പേരിട്ട് ഫേക്ക് ബർത്ത് ഡേറ്റ് November 2 എന്ന രീതിയിൽ മുമ്പേ തൊട്ട് ഈ ബോണിയം തൊട്ട് കാണിക്കുക 2888 വരാൻ പോകുന്നുണ്ട്, 19888. അതുകൊണ്ട് 1946-ലും 1960-ലും ജനിച്ച വയസ്സന്മാരെ കുറിച്ച് പറയാം. 80 വയസ്സായ പടുവിഡ്ഢികളായ കൊടക്കമ്പിയും കൂമുക്കോയും കുമ്മുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടെന്താ കാര്യം? അവർക്ക് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധമില്ല. അങ്ങനെയുള്ളവർ വേസ്റ്റാണ്. വേസ്റ്റുകൾ എന്തിനാണ് ഇങ്ങനെ ജീവിച്ച് തീരണത്? വിഡ്ഢികളെ വീണ്ടും വിഡ്ഢികളാക്കാൻ എനിക്കറിയില്ല. ഇവരൊക്കെ വേഗം തൊലഞ്ഞ് ചത്ത് പോകാൻ തന്നെ നല്ലത്. അതാ പറഞ്ഞ സൃഷ്ടിയെ ആരാധിക്കരുത്. നശ്വരമായ സ്ത്രീയോ ആൻറ്റി ക്രൈസ്റ്റ് നശ്വരമായ ഹ്യൂമൻസ്, നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കണ പോലെ നശ്വരമായ ഈ ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് ഇതാ ചെയ്യണം. അത് സൃഷ്ടിയെ ആരാധിക്കരുത്. അത് ജീവനുള്ള ദൈവമായിട്ട് ബന്ധമില്ല. ജീവനുള്ള ദൈവം പറയുന്നത് അതല്ല. ഇത് വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കിയല്ല എല്ലാം സൃഷ്ടിച്ചാണ്. സൃഷ്ടിച്ച് വളർത്തി എന്ന് പറയുമോ? ഇല്ല. പ്രസവിച്ച് വളർത്തി അല്ലെങ്കിൽ നട്ട് വളർത്തി എന്ന് പറയും. അപ്പോൾ അവരൊന്നും ആരാധിക്കാൻ പാടില്ല. അപ്പോൾ അത്രയും വ്യത്യാസം. അപ്പോൾ മനസ്സിലാക്കുക. ഞാൻ ആരെക്കുറിച്ച് ഇങ്ങനെ സൂക്ഷിച്ച വാക്ക് പറയാൻ പോയിട്ടില്ല. സംപ്രേഷണം ചെയ്ത് വേറെ, അത് വ്യത്യാസമുണ്ട്. അത് സ്വന്തം തെറ്റ് മനസ്സിലാക്കി അത് മാറാൻ ശ്രമിക്കുക. അത് നിങ്ങൾ മാറാൻ തയ്യാറല്ല. തമ്മിൽ കുഴി ചാടിക്കരുത് എന്നാണ് പറയണം. പക്ഷെ നിങ്ങൾ തമ്മിൽ കുഴി ചാടിച്ച് ഇപ്പോഴും ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ് ജീവനില്ലാത്തത് ആരാധിച്ച് സൃഷ്ടി ആരാധിക്കാൻ പാടില്ല. നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ വരെ ആരാധിക്കണവർ. എലിയും ആനയാണോ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്? അതോ പുഴുവാണോ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്? അത് മനസ്സിലാക്കാൻ പഠിക്കും. ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് വളരെയേറെ ഒരു വ്യത്യാസമാണ്, പ്രതിഭാസമാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസമെന്ന്. അപ്പോൾ സൃഷ്ടിയെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാം. നിങ്ങളുടെ പോലത്തെ വെഡ്ഡി ലാംഗ്വേജിന് ഞാൻ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കണം. വെഡ്ഡി ലാംഗ്വേജിൽ വെഡ്ഡിത്തം ജീവനത്തെ ആരാധിച്ച് ആ വെഡ്ഡിത്തം പറയണ പോലെ അല്ല അത്.